ഹായ്, നമ്മുടെ അടിപൊളി ഹാപ്പി സൂപ്പർ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ നിങ്ങൾ കുറച്ച് പേർക്കെങ്കിലും ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു അല്ലെ? നമ്മൾ ടെൻഷൻ ഫ്രീ ക്ലാസ് ആണെന്നുള്ള കുറെ കമന്റ്സ് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് സന്തോഷമായി, ഉള്ള ടെൻഷൻ പോയെന്ന് തോന്നുന്നു. പക്ഷേ ഇച്ചിരി ടെൻഷൻ ഇരിക്കുന്നത് നല്ലത്. എന്തിനാണെന്നറിയാം? നിങ്ങൾക്ക് റാങ്ക് കിട്ടുമോ ഇല്ലയോ എന്നുള്ളൊരു ടെൻഷൻ അല്ലേ അത് വളരെ നല്ലൊരു പോസിറ്റീവ് സൈൻ ആയിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പം ആരും ഒന്നും രീതിയിൽ ടെൻഷൻ അടിക്കേണ്ട. ഇവിടെ 50 ഡേയ്സ് ചലഞ്ച് തുടങ്ങി തന്നെ നിങ്ങളെ റാങ്ക് അടിപ്പിക്കാൻ എന്റെ ഉദ്ദേശം അതാണ്. അതുകൊണ്ട് ധൈര്യമായിട്ട് മുന്നോട്ട് പോകും. ഓരോ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനാലിസിസ് നടത്തുമ്പോഴും നമുക്ക് അതിൻ്റെതായ പ്രയോജനം ഉണ്ടാകും. വേണ്ട ഫസ്റ്റ് കമന്റ് ആവേശത്തോടെ തുടങ്ങുന്നു എന്ന് പറഞ്ഞു. ഓക്കെ, വെരി ഗുഡ്, ആവേശത്തോടെ തുടങ്ങിക്കോ. പിന്നെ ജോയിൻ ചെയ്യുന്നവരും ജോയിൻ ചെയ്തു എന്ന് പറഞ്ഞ കമന്റ് ഇട്ടിട്ടുണ്ട്. ഒത്തിരി സന്തോഷമുണ്ട്. ഈ GKs ഒക്കെ റിവൈസ് ചെയ്ത് പോയ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇത് ഓരോന്നും വായിച്ചു പോയ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ ഫുൾ റിവിഷൻ ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. നിങ്ങളോട് ഞാൻ പറഞ്ഞു, ക്ലാസ് ഇഷ്ടമുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം. അപ്പൊ അങ്ങനെ കമന്റ് ചെയ്തവരെ അടുത്ത ക്ലാസ്സിൽ നിങ്ങളും ഇഷ്ടത്തോടെ കമന്റ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് അടുത്തയിലോട്ട് പോയാലോ? അപ്പൊ ഈ കമന്റ്സ് ഒക്കെ വളരെ സൂപ്പർ. കാരണം ഒരാൾക്ക് ഒരു കമന്റ് സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ ഫുൾ റിവിഷൻ ആണ് കിട്ടുന്നത്. അപ്പൊ അത് കണ്ടിന്യൂ ചെയ്യണം കേട്ടോ. റെഡി അല്ലേ? അപ്പൊ ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കുവോ? നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങൾ, അത് മാത്രം നാഷണൽ വാട്ടർ വൈസ് ഒക്കെ ലിസ്റ്റോടെ ലിസ്റ്റ് തന്നിട്ടുണ്ട്. ഇതൊക്കെ അത്യാവശ്യമായിട്ടുള്ളത് കേട്ടോ. ഇതിൽ 1, 2, 3, 5 നിങ്ങൾ അത്യാവശ്യമായിട്ട് പഠിച്ചു വെച്ചിരിക്കണം. ഓക്കെ, ഹൃദയത്തിന്റെ സ്ലൈഡ് ആയത് എന്തിനാ? അത്ര ഇഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെയാണ് ഞാൻ ഹൃദയത്തിന്റെ സ്ലൈഡ് കൊടുത്തത്. പിന്നെ വേണ്ട ഹെൽപ്ഫുൾ ആവുമെന്ന് വിശ്വസിച്ച് തുടങ്ങുന്നുണ്ട്. പുത്തനായിട്ട് ഒത്തിരി പേര്. സൂപ്പറായിട്ട് നിങ്ങൾക്ക് നല്ല റിസൾട്ട് തരും കേട്ടോ. കാരണം ഇതിപ്പോ നമ്മൾ ഈ ചെയ്യുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ഏറ്റവും ലാസ്റ്റ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ, കേരള PSC ലാസ്റ്റ് നടത്തിയ എക്സാമിന്റെ LGS ക്വസ്റ്റ്യൻ പേപ്പറാണ് ചെയ്തേക്കുന്നത്. ഇവിടെ നിന്നും കുറെ ചോദ്യങ്ങൾ നമ്മൾ പറഞ്ഞു വന്നിട്ടുണ്ട്. ഒത്തിരി ചോദ്യങ്ങൾ, എത്രണ്ണോ നിങ്ങൾ കണ്ടോണം. അപ്പൊ വെറും ഏഴ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആയിട്ട് തന്നെ നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇനിയുള്ള 50 ക്വസ്റ്റ്യൻ പേപ്പർ കംപ്ലീറ്റ് ചെയ്താൽ റാങ്ക് കിട്ടത്തില്ലയോ നിങ്ങൾക്ക്? പറ, എനിക്ക് നിങ്ങളെ വേണം റാങ്ക് അടിപ്പിക്കാൻ കേട്ടോ. അതുകൊണ്ട് റാങ്ക് അടിക്കാൻ ജോയിൻ ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം ഞാനുണ്ടെന്ന്. കാരണം എനിക്ക് നിങ്ങളെ ഫീച്ചർ ചെയ്യണം. അത്രേ ഉള്ളൂ. അതിനുവേണ്ടിയുള്ള ഈ സീരീസിൽ ഒരു തുള്ളി ആവേശം കളയാതെ മുന്നോട്ട് പോവാം. ഒത്തിരി പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫാമിലി ഭയങ്കര വലുതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ആദ്യം മുതലുള്ളവർ ഞാൻ ജോയിൻ ചെയ്തു എന്നുള്ള കമന്റ് ഇടാൻ മറക്കരുത്. കാരണം ഒരു ദിവസം വീഡിയോ ഫീച്ചർ ചെയ്തിട്ട് പിന്നീട് റാങ്ക് ഉള്ളപ്പോൾ എനിക്ക് അത് എടുത്തിടാനുള്ളതാണ്. ആ കോൺഫിഡൻസിലാണ് ഞാൻ ഇരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ആവേശ സീരീസിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇനിയും ഡിലേ ആക്കാതെ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻസ് ചെയ്ത് തുടങ്ങാം. ചാലഞ്ച് 6ലെ ലീഡർ ബോർഡാണ് ഈ കാണുന്നത്. 10:30 നമ്മുടെ ടെലിഗ്രാം ചാനൽ സ്ഥിരമായിട്ട് ഈ ക്വിസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളും വരണം. ഇന്ന് 10:30 വരുമെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ. ഓക്കെ, 10:30 നമ്മുടെ ചലഞ്ച് 7 10:30 നമ്മുടെ ടെലിഗ്രാം ചാനൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ജോയിൻ ചെയ്താക്കണം കേട്ടോ. ഓക്കെ, അപ്പോ നമ്മൾ തുടങ്ങുക. ഒരു സെക്കൻഡ് പോലും കളയുന്നില്ല. കുറച്ച് സ്പീഡ് ആയിരിക്കും, പക്ഷെ റെപ്പറ്റീഷൻ വളരെ കൂടുതലാണ് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ വെച്ച്. തുടങ്ങാം. അപ്പം ഇവിടെ ഒരു രസകരമായിട്ട് ഞാനൊരു കിളി ആഡ് ചെയ്തായിരുന്നു. വേറൊന്നുമല്ല, ഞാനിങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു കൊച്ചുകുഞ്ഞ് ഇങ്ങോട്ട് വന്നു ഞങ്ങളുടെ വീട്ടില്. വന്നിട്ട് കിളി, മീന് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ പിന്നെ ഞാൻ ഓർത്തു, വീട്ടമ്മമാരുണ്ടല്ലോ കുഞ്ഞുങ്ങളുമായിട്ടിരുന്ന് ക്ലാസ് കാണുന്നവര്, അവര് കിളിയെ മീനെ ഒക്കെ കണ്ടുകൊണ്ടിരുന്നോണ്ട് പൊക്കോട്ടെ, സൂപ്പർ അല്ലേ. പക്ഷെ ഈ കിളി വെള്ളത്തിന്റെ അടിയിൽ ആയിപ്പോയത് ഞാൻ പിന്നീടാണ് ശ്രദ്ധിച്ചത്. തൽക്കാലം അതിനെപ്പറ്റി ചർച്ചയില്ല, ചോദ്യമില്ല. നമുക്ക് തുടങ്ങാം. താഴെ തന്നിരിക്കുന്നതിൽ ദാദാഭായ് നെവറോജിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ്? ജോർജ് സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് അല്ലെ? ട്രെയിൻ തിയറി. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ ദാദാഭായ് നെവറോജിയുടെയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപകനല്ല, അത് AO ഹ്യൂം ആണ്. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്ന് അറിയപ്പെടും. അപ്പൊ കൂട്ടത്തിൽ തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതാ? മൂന്നാമത്തേതാണ് അല്ലെ. ഇനി സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ്, ഞാൻ അത് നേടിയെടുക്കുക തന്നെ ചെയ്യും. സ്വരാജ് ഈസ് മൈ ബർത്ത് റൈറ്റ് ആൻഡ് ഐ ഷാൽ റിസീവ് ഇറ്റ് എന്ന് പറഞ്ഞത് ആരാണ്? ബാലഗംഗാധര തിലകാണ് അല്ലെ. ബാലഗംഗാധര തിലക്. പിന്നെ ഓർത്തോണം, നമ്മുടെ INCയിലെ തീവ്രവാദികൾ അല്ലെ, തീവ്ര ദേശീയവാദികൾ, എക്സ്ട്രീമിസ്റ്റ് അറിയപ്പെടുന്നവർ ആരൊക്കെയാ? ലാൽ ബാൽ പാലാണ്. ലാൽ ബാൽ പാലാണ് അല്ലെ. ബിപിൻ ചന്ദ്രപാല്, ലാല ലജ്പത് റോയ്, പിന്നെ ബാലഗംഗാധര തിലകുമാണ് അവര് അല്ലെ. എന്നാൽ മോഡറേറ്റ്സിൽ അറിയപ്പെടുന്ന മെയിൻ ആയിട്ട് എപ്പോഴും PSC വയ്ക്കുന്ന ആരാ? ഗോപാലകൃഷ്ണ ഗോഖലെയുമാണ്. റെഡി. ഇനി 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം എപ്പോഴും ചോദിക്കാറുള്ളത് അല്ലെ. ഇതിന് കാരണം എന്തൊക്കെയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇതിന് ഏതൊക്കെ കാരണങ്ങൾ? ഇവയെല്ലാം കാരണമാണ്. മെയിൻ ആയിട്ട് ശിപ്പായിമാരുടെ ദുരിതങ്ങളിലായിരുന്നു അല്ലെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മെയിൻ ആയിട്ട് 1857 ഓർത്തു വെച്ചോണം. ഓക്കെ, ലാസ്റ്റിലും കുറച്ചുപേര് ലീഡേഴ്സും അവരുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളും ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ പഠിച്ചു വെച്ചോണം. ഇനി ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്നത് ആരാ? അരുണ ആസിഫ് അലിയാണ്. ക്വിറ്റ് ഇന്ത്യയുമായി ബന്ധപ്പെട്ടുള്ള റെസൊല്യൂഷൻ പാസ്സാക്കിയത് എപ്പോഴാ? August 8 പക്ഷെ ക്വിറ്റ് ഇന്ത്യ ഡേ എന്നറിയപ്പെടുന്നത് PSC എല്ലാവരും ട്രിക്ക് ചെയ്ത് കുഴി വീഴ്ത്തുന്ന ഒരു ചോദ്യമാണ്. അത് August 9. ഓക്കെ, ക്വിറ്റ് ഇന്ത്യ ഡേ August 9. പക്ഷെ റെസൊല്യൂഷൻ പാസ്സാക്കിയത് August 8 ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്ത് അത് രൂപീകരിച്ചത് ആരാ? സൂര്യ സെൻ ആണ് അല്ലെ. ഓക്കെ, ഇനി താഴെ കൊടുത്തിരിക്കുന്ന മലബാർ കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതൊക്കെയാണ്? മാപ്പിള കലാപങ്ങൾ എന്നറിയപ്പെടും. മലബാർ സ്പെഷ്യൽ പോലീസ് എന്നൊരു പ്രത്യേക വിഭാഗം പോലീസ് സേനയെ കലാപങ്ങൾ അടിച്ചമർത്താൻ രൂപീകരിച്ചിട്ടുണ്ട്. കലാപങ്ങളെ കുറിച്ച് പഠിക്കാൻ വില്യം ലോഗൻ കമ്മീഷനാണ് അല്ലെ. ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ് ഈ കലാപത്തിന് കാരണമായത്. അപ്പൊ ഇത്ര സെറ്റ് അല്ലേ? ഈ പറഞ്ഞിട്ടുള്ളവയെല്ലാം കലാപത്തിന് കാരണമാണ്. മലബാർ കലാപം വർഷം നിങ്ങൾക്ക് അറിയാവും, കമന്റ് ചെയ്തേ. മാപ്പിള കലാപം എന്നൊക്കെ അറിയപ്പെട്ടത് ഇതാണ്. ഇനി കാലഘട്ടന അനുസരിച്ച് ക്രമപ്പെടുത്തുക. കുണ്ടറ വിളംബരം
നമ്മുടെ വേലുത്തമ്പി ദളവ 1809. നിവർത്തന പ്രക്ഷോഭം അബ്സ്റ്റൻഷൻ മൂവ്മെന്റ് 1932 സി കേശവനാണ് നേതൃത്വം നൽകിയത്. PSCയുടെ ഫോർമേഷന് കാരണമായിട്ടുള്ള പ്രക്ഷോഭം നിവർത്തന പ്രക്ഷോഭം അബ്സ്റ്റൻഷൻ മൂവ്മെന്റ്. മലയാളി മെമ്മോറിയൽ ശങ്കരമേനോൻ ആദ്യം ഒപ്പിട്ടു, ബാരിസ്റ്റർ GP പിള്ള രണ്ടാമത് ഒപ്പിട്ടു, ഡോക്ടർ പൽപ്പ് മൂന്നാമത് ഒപ്പിട്ടു അല്ലെ. എന്നിട്ട് ശ്രീമൂലം തിരുനാളിന് കൊടുത്തു, ശ്രീമൂലം തിരുനാൾ ഒരു മൂലയ്ക്ക് കൊണ്ട് വെച്ചു അല്ലെ. അപ്പൊ 1891. പിന്നെ ഇഴവ മെമ്മോറിയൽ വന്നു 1896. രണ്ടാമത് വന്നു 1900. അത് ലോർഡ് കേഴ്സൺ ആണ് കൊണ്ട് കൊടുത്തത്, ശപിച്ചു കൊണ്ട് വെച്ചു അല്ലെ കേഴ്സണ്. പിന്നെ ഗുരുവായൂർ സത്യാഗ്രഹമുണ്ട് 1931. ഇനി ഈ ഓർഡർ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൂപ്പർ ആയിട്ട് ഇത് കിട്ടത്തില്ലേ? ഓർത്ത് വെച്ചോണം, ഇതിലൊരു ചോദ്യം വരും. നമ്മൾ ഫെമിലിയർ ആവുന്നതോടുകൂടി നമ്മൾ സൂപ്പർ ആവും. ഓക്കെ, അടുത്ത നോക്കാം. ചേരുംപടി ചേർക്കുക നവോത്ഥാന നായകന്മാർ. അയ്യങ്കാളിയുടേത് ഏതാ? സാധുജന പരിപാലന സംഘം 1907. ഓക്കെ, പിന്നെ പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവൻ അല്ലെ, പൊയ്കയിൽ അപ്പച്ചൻ കുമാരഗുരുദേവൻ. പൊയ്കയിൽ യോഹനൻ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ അല്ലെ 1900. സാധുജനം യോഗ ചെയ്തു രക്ഷയ്ക്കായി 1909. എനിക്ക് ഇങ്ങനെ ഓർമ്മ വരത്തുള്ളൂ. എന്താ അറിയോ? സാധുജനം യോഗ ചെയ്തു രക്ഷയ്ക്കായി 1907, 1908, 1909. അപ്പോഴും കിട്ടുമല്ലോ. യോഗക്ഷേമ സഭ 1908, സാധുജന പരിപാലന സംഘം 1907. ഓക്കെ, വാഗ്ഭടാനന്ദൻ അല്ലെ, വാക്കുകൾ പറഞ്ഞു, നല്ല വാക്കുകളുണ്ട് ആത്മവിശ്വാസം കിട്ടും, ആത്മസുഖം കിട്ടും എന്നൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ മലബാറിലെ ശ്രീനാരായണ ഗുരുവ, അത് നമ്മൾ PYക്ക് പറഞ്ഞതാ. ഓക്കെ, വൈകുണ്ഠ സ്വാമികളുടെ സമത്വ സമാജമാണ് ആദ്യത്തെ തന്നെ നവോത്ഥാന പ്രസ്ഥാനമായിട്ട് അറിയപ്പെടുന്നതാണ് ഇത്. അപ്പൊ ഇത്രയും സെറ്റ് അല്ലേ? ഓക്കെ, അപ്പം ഓപ്ഷൻ A ആണ് ശരിയായിട്ടുള്ളത്. ഇനി താഴെ കൊടുത്തിരിക്കുന്ന ചട്ടമ്പി സ്വാമികൾ രചിച്ച കൃതി ഏതാ? വേദാധികാര നിരൂപണം. പ്രാചീന മലയാളം ആദ്യ ഭാഷ. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു ചട്ടമ്പി സ്വാമികളുടെ ഒരെണ്ണം, അത് റെയർ ആൻഡ് ഇമ്പോർട്ടന്റ് ആയിരുന്നു. ഓർമ്മയുണ്ടോ? ഏതായിരുന്നു ഒന്ന് കമന്റ് ചെയ്തേ. അതാണ് നമ്മുടെ റിവിഷൻ. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ പറഞ്ഞത് കളഞ്ഞിട്ട് ഈ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്നത് ശരിയാണോ? അല്ല. ആ ചോദ്യം ഏതായിരുന്നു, ആ ക്വസ്റ്റ്യൻ ഏതായിരുന്നു, അത് നിങ്ങൾ കമന്റ് ചെയ്യണം. ഇല്ലെങ്കിൽ ഞാൻ തന്നെ കമന്റ് ചെയ്ത് പിൻ ചെയ്യും. ഓക്കെ, ദർശനമാല ശ്രീനാരായണ ഗുരുവിന്റെ. ആത്മോപദേശ ശതകം ഉപദേശിക്കുന്ന ഗുരുക്കന്മാരാണ്. ദൈവദശകം ശ്രീനാരായണ ഗുരുവിന്റെ ആണ്. ഇത്ര ഓർത്ത് വെച്ചോളൂ. ആത്മാനുതാപം ചാവറ അച്ഛനുമാണ്. ഓക്കെ, അടുത്തത് വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെ? സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി കേരളത്തിൽ നടന്ന പ്രക്ഷോഭവ. TK മാധവൻ നേതൃത്വം നൽകി 1924. AK ഗോപാലൻ വോളണ്ടിയർ ക്യാപ്റ്റൻ ആയിരുന്നു. അത് ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെത്. അതുകൊണ്ട് ഇത് തെറ്റാണ്. അപ്പൊ 3 ഉള്ളതെല്ലാം ക്യാൻസൽ ചെയ്യാമല്ലോ. ഇത് 3 ആണ് ഉണ്ട്, എല്ലാം ശരിയാന്ന് പറഞ്ഞാൽ അതിൽ 3 വരും, അതും ക്യാൻസൽ ചെയ്യാം. അപ്പൊ 2 പോയി, എലിമിനേഷൻ ആണ്. മന്നത്ത് വെപ്പിന് അവൻ സവർണ ജാഥ നയിച്ചു അല്ലെ. നാഗർകോവിൽ നിന്നും നയിച്ചത് ആരാ? നാഗർകോവില് നായിഡു. മറക്കല്ലേ. ശരി, ഇനി ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത്, അതായത് കെയിം ഇൻറ്റു ഫോഴ്സ്, നമ്മൾ എല്ലാ ക്ലാസ്സിലും ഇത് പറയുന്നത് കെയിം ഇൻറ്റു ഫോഴ്സ് എന്ന് പറയുമ്പോൾ 1950 ജനുവരി 26 അല്ലെ. ഈ ജനുവരി 26 ഇന്ത്യ റിപ്പബ്ലിക്കായി നാഷണൽ സിംബൽ അഡോപ്റ്റ് ചെയ്തു. നാഷണൽ സിംബൽ അഡോപ്റ്റ് ചെയ്തു അല്ലെ. പിന്നെ അടുത്തൊന്ന് നോക്കിക്കേ, ഭരണഘടന നിർമ്മാണ സഭ ഭരണഘടനയെ അംഗീകരിച്ചത് അല്ലെങ്കിൽ അഡോപ്റ്റ് ചെയ്തതെന്ന് പറയുന്നതും പിന്നെ നമ്മുടെ പ്രിയാമ്പിളിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ഏക തീയതി എന്ന് പറയുന്നത് 1949 നവംബർ 26 ഓക്കെ അല്ലേ. ഇത്തരം കാര്യങ്ങൾ ഓർത്ത് വെച്ചോളൂല്ലോ. പിന്നെ നമ്മുടെ നാഷണൽ സോങ്ങും നാഷണൽ ആന്തവും ഏത് വർഷമാ? ഒരു മീൻ വന്നിട്ടുണ്ട് കേട്ടോ, അതിനെ പിടിക്കാൻ വന്ന് ക്ലിയർ എന്ന് വിചാരിച്ചാൽ മതിയെ. 1950 ജനുവരി 24 നാഷണൽ സോങ്ങും നാഷണൽ ആന്തവും. അതേപോലെ ഫ്ലാഗ് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. 1947 ജൂലൈ 22. പഠിക്കണേ, കളയരുത് കേട്ടോ. ഫ്ലാഗ് കോഡ് ആണെങ്കിൽ 2002 ഓക്കെ. ഇനി 6 മുതൽ 14 വയസ്സ് വരെ എന്ന് പറയുമ്പോഴേ നമുക്ക് കിട്ടും 86-ാം ഭേദഗതി. 61-ാം ഭേദഗതി എന്താ? 18 വയസ്സിൽ താഴെ ഉള്ളതാക്കി അല്ലെ. വോട്ടിംഗ് പ്രായം 18 വയസ്സാക്കി. വോട്ടിംഗ് പ്രായം 18 വയസ്സാക്കിയതാണ് ഈ 61-ാം ഭേദഗതി. 42-ാം ഭേദഗതി എന്താ? മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടും. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആഡ് ചെയ്തു. സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നും കൺകറന്റ് ലിസ്റ്റിലേക്ക് 5 വിഷയങ്ങൾ മാറ്റി. 5 ഏതൊക്കെയാ? വനം, വിദ്യാഭ്യാസം, അളവുതൂക്ക്, നീതിന്യായം, വന്യമൃഗങ്ങളുടെ സംരക്ഷണം. ഈ 5 എണ്ണമാണ്. 44-ാം ഭേദഗതിയിൽ പ്രധാനപ്പെട്ടത് എന്തൊക്കെയുണ്ടായിരുന്നു? മൊറാർജി ദേശായി ഗവൺമെന്റ് വന്ന സമയത്താണ് 44-ാം ഭേദഗതി സ്വത്തവകാശത്തെ ലീഗൽ റൈറ്റ് ആക്കി മാറ്റി. അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ടത്. പിന്നെ നമ്മൾ എപ്പോഴും പറയുന്നുണ്ടല്ലോ, പുത്തനായിട്ട് 106-ാമത്തെ നാരി ശക്തി വന്ദൻ അതിനെ, അതിന്റെ വർഷം ഒന്നുകൂടെ കമന്റ് ചെയ്യണം, നമുക്ക് ആവശ്യമാണ്. 104-ാം ഭേദഗതി ആംഗ്ലോ ഇന്ത്യൻ റിസർവേഷൻ എടുത്ത് കളഞ്ഞു. 101 GST. 102 പിന്നോക്ക വിഭാഗ കമ്മീഷൻ ഭരണഘടനാ പദവി നൽകി. 103 എക്കണോമിക് വീക്കർ സെഷന് റിസർവേഷൻ നൽകി. ഇത്രയും കാര്യങ്ങളും പഠിക്കാതെ പോകരുത്. പിന്നെ സ്ഥിരം റിപ്പീറ്റഡ് എന്താ? 91-ാം ഭേദഗതി ലോക്സഭ നിയമസഭയിലുള്ള മെമ്പേഴ്സിന്റെ 15% കൂടുതൽ മിനിസ്റ്റർമാർ പാടില്ല, മിനിമം 12 വേണമെന്നും പറയുന്ന ഭരണഘടനാ ഭേദഗതിയാണ് 91. ഇത് പല ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞപ്പോൾ കിട്ടിയില്ലേ? സ്പീഡിൽ പോയാലും പലയിടത്ത് റിപ്പീറ്റഡ് ആയിട്ട് പറയുമ്പോൾ അതേപോലെ എല്ലാം റിപ്പീറ്റഡ് ആയിട്ട് പറയും. അതുകൊണ്ട് സ്പീഡ് ഒരു കാരണമാക്കരുത്. എന്നാലേ നിങ്ങൾക്ക് മടുപ്പില്ലാതെ ക്വസ്റ്റ്യൻ പേപ്പർ കാണാൻ പറ്റും. നിങ്ങൾക്ക് മടുപ്പില്ലാതിരിക്കാൻ വേണ്ടി എനിക്ക് നിങ്ങളെ വേണം റാങ്ക് അടിപ്പിക്കാൻ. അതിനുവേണ്ടി ഞാൻ
മീനിനെ കൊണ്ടുവന്നു, വെള്ളത്തിന്റെ അടി കിളിയെ കൊണ്ടുവന്നു, ഇനിയും ചെയ്യാം കേട്ടോ. അപ്പം നിങ്ങൾ വൃത്തിക്ക് കേട്ട് ഇരിക്കണം, സ്കിപ്പേ അടിക്കരുത്, ഓൾറെഡി സ്പീഡാണ്. അപ്പം ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് മൗലിക കടമകളെ കുറിച്ച്? ഓക്കെ, മൗലിക കടമകൾ, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഏതിലായിരുന്നു വരുന്നത്? നമ്മുടെ ഭാഗം 4A വരുന്നത്. 51A വരും. പിന്നെ 1, 2, 3 അങ്ങനെ പോകും. എവിടുന്ന കടമെടുത്തത്? USSR അല്ലെങ്കിൽ റഷ്യ. ഭാഗം 3 ആണെങ്കിലോ 12 മുതൽ 35 വരെ ആർട്ടിക്കിൾ ഉണ്ട്. ഇത് നമ്മൾ കടമെടുത്തത് ബ്രിട്ടനിൽ, എന്താ പറയാ, USA നിന്നാണ്. USA നിന്ന് വേറെ കടമെടുത്ത എന്തുണ്ട്? പ്രിയാമ്പിൾ, ആമുഖം അല്ലെ? ശരി. പിന്നെ ഭാഗം 4 എന്താ? DPSP ആണ്. DPSP നിന്നും PS റിപ്പീറ്റഡ് ആയി ചോദിക്കുന്നത് എന്താ? യൂണിഫോം സിവിൽ കോഡ് 44 ആണ്. DPSP കടമെടുത്ത എവിടെ നിന്നാ? അയർലൻഡിൽ നിന്നുമാണ്. ഇത്രയാണ് ഓർത്ത് വെച്ചോളൂ. പിന്നെ 2024 PS ചോദിച്ച ഓർമ്മയുണ്ടോ? ഭാഗം 2 എന്തുമായി ബന്ധപ്പെട്ടതാ? സിറ്റിസൺഷിപ്പുമായി ബന്ധപ്പെട്ടത്. അത് ചോദിച്ചാൽ നിങ്ങൾ എഴുതിക്കണം. നമ്മുടെ സിംഗിൾ സിറ്റിസൺഷിപ്പ് നമ്മൾ ബ്രിട്ടനിൽ നിന്നുമാണ് കടമെടുത്തത്. ഓക്കെ. ഇനി ഈ ഭരണഘടന ഉറപ്പ് നൽകുന്ന മൗലിക അവകാശങ്ങൾ ഉൾപ്പെടാത്തത് ഏത്? സ്വത്തവകാശം 300A ലീഗൽ റൈറ്റ് ആക്കി മാറ്റി പാർട്ട് 12 ഇതാണ് അല്ലെ. ഇനി സംസ്കാരവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള അവകാശങ്ങൾ ഇത് ഏതിന്റെ അകത്ത് വരും? അപ്പം സാംസ്കാരികം കേട്ടോ, സോറി. അപ്പൊ 29, 30. പ്രൊട്ടക്ഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓഫ് മൈനോറിറ്റീസ് 29, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുന്നത് 30. ഇനി സമത്വത്തിനുള്ള അവകാശമാണെങ്കിൽ 14, 15, 16 തരും. 14 എന്താ? നിയമസമത്വം. 15 വിവേചനം പാടില്ല. 16 അവസര സമത്വം. ഇനി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 19 തരും. ഓക്കെ അല്ലേ? ശരി. താഴെ കൊടുത്തിരിക്കുന്നതിൽ എഴുതപ്പെടാത്ത ഭരണഘടനയുള്ളത് ഏത് രാജ്യത്താണ്? ബ്രിട്ടന്റെയാണ് അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പൊ ഇവിടെ നിന്ന് PS നേരത്തെ ചോദിച്ചൊരു ചോദ്യം ഓർമ്മയുണ്ടോ? ഏറ്റവും പഴക്കം ചെന്നതും ചെറിയതുമായിട്ടുള്ള ഭരണഘടന അമേരിക്കൻ ഭരണഘടന. അത് ഓർത്തു വെച്ചോണം. അതായത് ഇവിടെ നിന്ന് റിലേറ്റഡ് ആയി ചോദിച്ചത്. പഴയ ക്വസ്റ്റ്യൻ പേപ്പർ കളയരുത്. ഇനി ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാ? YV ചന്ദ്രചൂഡ് ആരാന്ന് പറയാം. ഏറ്റവും കൂടുതൽ കാലം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന വ്യക്തിയാണ്. നിലവിലത്തേത് DY ചന്ദ്രചൂഡാണ്. ഓക്കെ, DY ചന്ദ്രചൂഡാണ്. ഓർത്തു വെച്ചോളൂ. സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട് റിറ്റ് ഇഷ്യൂ ചെയ്യുന്നത് ആർട്ടിക്കിൾ 32. ഹൈക്കോടതി ആണെങ്കിൽ 226. സുപ്രീം കോടതി വേണം. സുപ്രീം കോടതിയെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ 124. ഹൈക്കോടതിയെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ 214. ഇത്രയാണ് ഓർത്ത് വെച്ചോളൂ. റിറ്റ് ഇഷ്യൂ ചെയ്യാൻ സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും മാത്രമേ പറ്റുള്ളൂ. ഇത്ര ഓർത്ത് വെച്ചോണേ. അടുത്തത് നിലവിലത്തെ ലോക്സഭാ സ്പീക്കർ, അത് നമ്മൾ ഇന്നും ചെയ്തിട്ടുള്ള ഓം ബിർള ആണ് അല്ലെ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ VP മേനോനെ കുറിച്ച് ശരിയായിട്ടുള്ള പ്രസ്താവന ഏത്? നോക്കിക്കോണേ, ഇത് ഇമ്പോർട്ടന്റ് ആ. ഈ രണ്ട് കാര്യങ്ങൾ എഴുതി വെച്ച് നോക്കണം. ഏതാ? നാട്ടുരാജ്യങ്ങളുടെ ഏകീകരണവും പിന്നെ സ്റ്റേറ്റ് റീഓർഗനൈസേഷനും സംസ്ഥാന പുനഃസംഘടനയും. ഇത് രണ്ടെണ്ണം ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഒരു കുറെ വർഷത്തേക്ക് ഇല്ലായിരുന്നു. അതുകൊണ്ട് ഇത് ഇനിയും വരും, നിങ്ങൾക്ക് വരുവേ. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ നാട്ടുരാജ്യങ്ങൾ ഇന്ത്യൻ യൂണിയനിലേക്ക് സംയോജനവുമായി ബന്ധപ്പെട്ട് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറി ആയിരുന്നു VP മേനോൻ. സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറി. നെഹ്റുവും പട്ടേലിനൊപ്പം പ്രവർത്തിച്ചത് VP മേനോൻ. ഭാഷാടിസ്ഥാനങ്ങൾ സംസ്ഥാനങ്ങളെ പുനഃസംഘടിക്കുന്നതിനായി രൂപം നൽകിയ സംഘടനയാണ് പുനഃസംഘടനാ കമ്മീഷൻ. അതിലെ അംഗമാണ്. അല്ല, സംസ്ഥാന പുനഃസംഘടനയിൽ ആരൊക്കെയായിരുന്നു? അതിന്റെ അധ്യക്ഷൻ ആരാ? ഫസൽ അലി അല്ലെ. ഇത് റിപ്പീറ്റഡ് ആ, ഒരു 100 തവണ കൂടുതൽ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് എടുത്ത് പിന്നെയും പറയുന്നത്. ഓക്കെ, നോക്കിക്കേ. അപ്പം ഫസൽ അലി ഒന്ന്. പിന്നെ അടുത്ത ആരായിരുന്നു? ഖുൻസ്രു. പിന്നെ KM പണിക്കർ, കാവാലൻ മാധവ് പണിക്കർ. അങ്ങനെ ചോദിച്ചു. അപ്പോ പണിക്കരെ ഓർത്തു വെച്ചോണം. ഇത്രയും പേരാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗങ്ങൾ, മറക്കരുത്. അപ്പൊ ഇതിൽ പെടാത്തത് ആരെന്നും ചോദിക്കും. എന്നാൽ VP മേനോൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറി ആണ്. അദ്ദേഹത്തിന്റെ ഒരു ബുക്ക് ഏതാ? ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്നുള്ളത് ഇദ്ദേഹത്തിന്റെ ബുക്കാണ്. ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്നുള്ളത് ഇദ്ദേഹത്തിന്റെ ബുക്കാണ്. അപ്പൊ ഇതിൽ ശരിയായിട്ടുള്ളത് ഏതൊക്കെയുണ്ട്? എയും സിയും മാത്രമാണ്. ഓക്കെ, അപ്പൊ ഓപ്ഷൻ B അല്ല, നമുക്ക് അറിയാലോ എന്തായാലും. ഓർത്തോണം. 1961 വരെ പോർച്ചുഗീസുകാരുടെ അധീനതയിൽ ഉണ്ടായിരുന്ന പ്രദേശം ഏതാ? 1961 ഓപ്പറേഷൻ വിജയ് ഏതുമായി ബന്ധപ്പെട്ടതാ? ഗോവ ലിബറേഷനുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ. അപ്പൊ ഇങ്ങനെ ഓർത്താൽ മതി. പോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷിൽ എന്ത് പറയും? ഗോ എന്ന് പറയും. ഗോ അല്ലെ. അപ്പം പോർച്ചുഗീസുകാർ ഗോവ. ഓർത്തു വെച്ചോളൂല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പോണ്ടിച്ചേരി ഏത് വിദേശ ശക്തിയുടെ അധീനതയിലായിരുന്നു എന്ന് കമന്റ് ചെയ്യാവോ? അത്യാവശ്യമാ, ഇമ്പോർട്ടന്റ് ആ, അത് ചോദിക്കും. അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമായ തുമ്പ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിന്റെ ശില്പി ആരാ? നമ്മുടെ തുമ്പ ഇക്വറ്റോറിയൽ അല്ലെങ്കിൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷന്റെ പേര് എന്താ അറിയപ്പെടുന്നത്? വിക്രം സാരാഭായി അല്ലെ. വിക്രം സാരാഭായ് സ്പേസ് സെന്റർ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ ആരാ? വിക്രം സാരാഭായി ആണ്. ഓക്കെ അല്ലെ. ഇനി അടുത്തത് ഏത് രാജ്യത്തിന്റെ സാങ്കേതിക സഹായത്തോടെയാണ് 1964 ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് നിലവിൽ വന്നത്? ഏതാ? ജർമ്മനി. ഇത്രയും പറഞ്ഞാൽ പറ്റത്തില്ല. ഒന്ന് നോക്കിക്കേ. ഭിലായ്, അത്യാവശ്യമാണ്. ഭിലായ് 1959 USSR അല്ലെ റഷ്യ. റൂർക്കേല 1959 ബ്രിട്ടൻ.
ജർമ്മനി 100 തവണ കൂടുതൽ ചോദിച്ചിട്ടുള്ള ചോദ്യം കേട്ടോ. റൂർ ജർമ്മനി, അങ്ങനെ ഞാൻ കണക്ട് ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ. ഭിലായ്, റൂർക്കേല. അടുത്ത ദുർഗാപൂർ. ദുർഗാപൂർ 1962 ബ്രിട്ടന്റെ സഹായത്തോടു കൂടി. പിന്നെ ബൊക്കാറോ. ബൊക്കാറോ ആണെങ്കിൽ 1964 USSR അല്ലെങ്കിൽ റഷ്യയുടെ സഹായത്തോടു കൂടി. അപ്പൊ ഞാൻ ഈ പറഞ്ഞതിൽ ഒരു മിസ്റ്റേക്ക് വന്നതുകൊണ്ട് ഒന്നുകൂടെ പറയാൻ പോവുക. നോക്കിക്കേ, ഭിലായ്. ഭിലായ് ആണെങ്കിൽ 1959 റഷ്യ. ഓക്കെ, റഷ്യ. റൂർക്കേല. റൂർക്കേലയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത്. റൂർക്കേല, റൂർക്കേല ജർമ്മനി, റൂർക്കേല ജർമ്മനി, അങ്ങനെ തന്നെ പറയണേ. അപ്പൊ 1959 ഭിലായ്, റൂർക്കേല. അടുത്ത് ദുർഗാപൂർ. ദുർഗാപൂർ അത് 1962 ബ്രിട്ടൻ, ബ്രിട്ടന്റെ സഹായത്തോടു കൂടി. പിന്നെ ബൊക്കാറോ. ബൊക്കാറോ 1964 അത് ഏത് രാജ്യത്തിന്റെ സഹായത്തോടു കൂടിയാ? റഷ്യയുമാണ്. ഇത്ര ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഇത് പഠിച്ചു വെച്ചോണം കേട്ടോ. ഓക്കെ, അത് മാത്രമല്ല ഭിലായ്, റൂർക്കേല, ദുർഗാപൂർ എന്നുള്ളത് 2ാം പഞ്ചവത്സര പദ്ധതി നിലവിൽ വന്നതാ. അപ്പൊ ഇത്തരം കാര്യങ്ങൾ മറക്കല്ല, പഠിക്കണം. ഓക്കെ, പിന്നെ താരാപൂർ ആണെങ്കിൽ, താരാപൂർ ആണോ എന്നല്ലേ? താരാപൂർ ആണെങ്കിൽ ഫ്രാൻസിന്റെ സഹായത്തോടു കൂടിയുമാണ്, മറക്കല്ലേ. 12ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട കൂടുതൽ ഏതാ? സുസ്ഥിര വികസനമാണ്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആണ് 12ാമത്തത് അല്ലെ. മുഴുവൻ ജനവിഭാഗങ്ങളുടെ സമഗ്ര വികസനം എന്നുള്ളതും ഏറ്റവും, അല്ലെങ്കിൽ ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്ന് പറയും. ഇൻക്ലൂസീവ് ഗ്രോത്ത് അല്ലെങ്കിൽ മുഴുവൻ ജനവിഭാഗങ്ങളുടെ സമഗ്ര വികസനം. പിന്നെ ഏറ്റവും കൂടുതൽ വളർച്ചാ നിരക്ക്, ഗ്രോത്ത് റേറ്റ് ഏറ്റവും കൂടുതലുള്ളതും, പിന്നെ ഭക്ഷ്യവസ്തുക്കളുടെ സുസ്ഥിരതയ്ക്ക് എന്നറിയപ്പെടുന്നതും ഒക്കെ ഏതാ? 11ാമത്തെ പഞ്ചവത്സര പദ്ധതിയാണെന്ന് ഓർത്തു വെച്ചോണം. ഓക്കെ, ഇത്ര എണ്ണം പഠിച്ചോണം. അടുത്തതിലോട്ട് പോവാം. താഴെ പറയുന്നത് കേരള സർക്കാരിന്റെ ഇ ഗവേണൻസ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആയിട്ടുള്ള സഞ്ജയ, ഇത് നമ്മുടെ ഏതാ മാരത്തോണിന്റെ അകത്തില്ലായിരുന്നു സഞ്ജയ? ഇവിടുത്തെ കെട്ടിടങ്ങളുടെ ടാക്സ് അടയ്ക്കാൻ വേണ്ടി ഒരു സഞ്ചി നിറയെ പൈസയായിട്ടാണ് പോകുന്നത്. കെട്ടിട നികുതി അടയ്ക്കലാണ്. ഇച്ചിരി നാക്കുളുക്കൽ കൂടുതലായതുകൊണ്ട് മിക്കവാറും കുറെ കോമഡി നിങ്ങൾക്ക് ഫണ്ണായിട്ട് വരാൻ ചാൻസ് ഉണ്ട്, അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. റോഡ് അപകടങ്ങൾ കുറയ്ക്കാനും ഗതാഗത നിയമലംഘനം തടയാനും സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പ് അധിഷ്ഠിത ക്യാമറകൾ സ്ഥാപിച്ച പദ്ധതി ഫ്ലോപ്പ് അല്ല. പോട്ട് അതിന്റെ പേരെന്താ? സേഫ് ക്യാമറ അല്ലെ. ഇപ്പൊ പ്രവർത്തനരഹിതമാണോ? കമന്റ് ചെയ്യണം കേട്ടോ. സേഫ് കേരള. 2 ഫൈൻ അടിച്ചുകൊണ്ട് എനിക്ക് ഇച്ചിരി ദേഷ്യം കൂടുതലാണ്, സാരമില്ല, അത് എന്റെ മാത്രം മിസ്റ്റേക്ക് ആണ്. ഇനി ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികളായിട്ടുള്ള ഉപദ്വീപീയ നദികൾ. ഓക്കെ, താഴെ തന്നിട്ടുള്ളതിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികൾ ഏതെല്ലാം? പടിഞ്ഞാറോട്ട്, ഈസ്റ്റ് വെസ്റ്റിലോട്ട് ഒഴുകുന്ന നദികൾ ഏതൊക്കെ? ഇതിൽ ഏതൊക്കെയുണ്ട്? നർമ്മദയും താപ്തിയും അല്ലെ വെസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ്, 2 മാത്രം. ഇതേപോലെ ഹിമാലയൻ നദികൾ ചോദിക്കും. ഹിമാലയൻ നദികൾ ഏതൊക്കെയാ? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. സിന്ധു മാത്രമാണ് വെസ്റ്റ് ഫ്ലോയിങ്, അറബിക്കടലിൽ പതിക്കുന്നത്. ഗംഗയും ബ്രഹ്മപുത്രയും ഈസ്റ്റ് ഫ്ലോയിങ് ആണ്, ബംഗാളിൽ പോയി പതിക്കും. മറക്കരുത്, ഇത് റിപ്പീറ്റഡ് ആണ്. PSCയുടെ ഫേവറേറ്റ് രീതി ചെയ്ത് ആ ഒരു ഫോക്കസ് ഏരിയ ആണ് ഇത്, മറക്കരുത്. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഉപദ്വീപീയ നദി ഏതൊക്കെയാ? നർമ്മദയും താപ്തിയും, നർമ്മദയും താപ്തിയും. ഓക്കെ, ഓർത്ത് വെച്ചോണം, പടിഞ്ഞാറോട്ട് ഒഴുകുന്നത്. അത് മാത്രമല്ല ഏത് കടലിൽ പോയി പതിക്കുന്നു എന്നും ചോദിക്കും. അറബിക്കടലിൽ പോയി പതിക്കും. ഓക്കെ അല്ലേ? ഇനി നമ്മൾ അടുത്തതിലോട്ട് പോവാം. ചന്ദ്രയാൻ 1ന്റെ പ്രൊജക്ട് ഡയറക്ടർ ആണ് അണ്ണാദുരൈ അല്ലെ. ISROയുടെയും പഞ്ചവത്സര പദ്ധതികളുടെ ഒക്കെ ക്ലാസ് എടുത്തിട്ടുണ്ട് ഓൾറെഡി. എന്നാൽ ഇനി നമ്മുടെ മാരത്തോൺസ് ഈ ആഴ്ച അടുത്തൊരെണ്ണം ലോഞ്ച് ചെയ്യുന്നുണ്ട്, പ്രിപ്പറേഷനിലാണ്. അപ്പൊ അത് വരുമ്പോൾ നിങ്ങൾക്ക് കുറെ കൂടെ മനസ്സിലാവും. അടുത്ത എക്കണോമിക്സ് എടുക്കുന്നത് കേട്ടോ മാരത്തോണെ. അതിനുശേഷം ഇമ്പോർട്ടന്റ് ആക്റ്റീവ് എടുക്കും, ഇംഗ്ലീഷും എടുക്കും. എനിക്ക് നിങ്ങളെ കൊണ്ട് റാങ്ക് അടുപ്പിക്കണം കേട്ടോ. അതിനുവേണ്ടി മീനല്ല ഡൈനോസറിനെ വരെ ഞാൻ ഈ സ്ലൈഡിൽ വരുത്തും. അപ്പം ചന്ദ്രയാൻ 1ന്റെ പ്രൊജക്ട് ഡയറക്ടർ അണ്ണാദുരൈ ആണല്ലോ. എന്നാൽ ചന്ദ്രയാൻ 3ന്റെ ആരാണ്? വീരമുത്തുവേലാണ്. ഓക്കെ, ചന്ദ്രയാൻ 3 വീരമുത്തുവേൽ. ഓക്കെ, 3 വീരമുത്തുവേൽ, മറക്കല്ലേ. വീരമുത്തുവേലാണ്, മറക്കരുത്. വീരമുത്തുവേൽ. ഓക്കെ, വീരമുത്തുവേൽ. ചന്ദ്രയാൻ 3യെ പറ്റി ഉറപ്പായിട്ടും ചോദിക്കും. ലാൻഡറും റോവറും എല്ലാം ഓർത്ത് വെച്ചോണം കേട്ടോ, മറക്കല്ലേ. അല്ലെങ്കിൽ ഞാൻ തരാം, പ്രത്യേകം തരാം. നോബൽ പ്രൈസ് ചന്ദ്രയാൻ 3യെ സെപ്പറേറ്റ് എടുക്കണം, പിന്നെ മാരത്തോൺസും തരാം. ഓക്കെ, ഏരിയകളെല്ലാം ഞാൻ നോട്ട് ചെയ്യുന്നുണ്ട്, കവർ ചെയ്യുവാണ് പീരിയോഡിക് ടേബിളും. താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏത്? കേരളത്തിലെ ഏലം വിളയുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ഭൂമിശാസ്ത്ര ഘടകം എന്താ? നീർവാഴ്ചയുള്ള മണ്ണാണ് വേണ്ടത്. ചൂടും പാടില്ല കേട്ടോ, നീർവാഴ്ചയുള്ള മണ്ണാണ്. ഇനി അറബിക്കടലുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ ഉൾപ്പെടാത്തത് ഏതാണ്? മഹാരാഷ്ട്ര ഇല്ല, ഗോവ, ആന്ധ്രാപ്രദേശ്, ഗുജറാത്തും ഉണ്ട് അല്ലെ. അപ്പൊ ഉൾപ്പെടാത്തത് ഈ കൂട്ടത്തിൽ ഏതാ? നമ്മുടെ മഹാരാഷ്ട്രയാണ്. റെഡി അല്ലേ? അടുത്തതിലോട്ട് പോവാം. ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം. അക്ഷാംശം മീൻസ് ഇംഗ്ലീഷ് ഇഷ്യൂ ഉള്ളവരുണ്ടെങ്കിൽ എനിക്കും തുടക്കത്തിൽ ഇത് പാടായിരുന്നു. അക്ഷാംശം മീൻസ് ലാറ്റിറ്റ്യൂഡ് ആണ് കേട്ടോ. ലാറ്റിറ്റ്യൂഡ് എക്സ്റ്റൻഷൻ എവിടെ തൊട്ട് എവിടെ വരെ? 8, 4, 37 വടക്ക്, മറക്കല്ലേ. ലാറ്റിറ്റ്യൂഡ് വടക്ക്. എന്നാൽ ലോഞ്ചിറ്റ്യൂഡ് എക്സ്റ്റൻഷൻ ചോദിക്കും PSC, ഓർത്തു വെച്ചോണം.
68-7 കിഴക്ക്, 97-25 കിഴക്ക്. ഇത് രണ്ടും ബൈ ഹാർട്ട് ചെയ്തിട്ടേ മുന്നോട്ട് പോകും. പോസ് ചെയ്തോ, ഇത് പഠിച്ചിട്ടേ മുന്നോട്ട് പോകാം. ഞാൻ പറയുക പോസ് ചെയ്ത് പഠിച്ചിട്ടേ മുന്നോട്ട് പോകും. ഓക്കെ, അത് മാത്രമല്ല ഇവർ തമ്മിലുള്ള ഡിഗ്രികൾ തമ്മിൽ അപ്രോക്സിമേറ്റ്ലി എത്ര വ്യത്യാസമാണ് 2022 ഇഷ്ടം പോലെ നമ്മുടെ ചോദിച്ചിട്ടുള്ളത്. അപ്പം ഓർത്ത് നോക്കിയ ലാറ്റിറ്റ്യൂഡ് തമ്മിലുള്ള ഡിഫറൻസും എത്ര ഡിഗ്രിയാണ്, ലോഞ്ചിറ്റ്യൂഡ് തമ്മിലുള്ള ഡിഫറൻസും എത്ര ഡിഗ്രിയാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ, അപ്രോക്സിമേറ്റ്ലി 30 ഡിഗ്രി. നോക്കിക്കേ, 8 മൈനസ് ചെയ്യുന്ന 37 നിന്നും 29 വരും, അപ്രോക്സിമേറ്റ്ലി 30. അതേപോലെ 68-97 കിട്ടും, മറക്കരുത്, ഇത് പഠിച്ചോണേ. അപ്പൊ ലാറ്റിറ്റ്യൂഡ് ആണെങ്കിൽ വടക്ക് 8, 37, ലോഞ്ചിറ്റ്യൂഡ് ആണെങ്കിൽ കിഴക്ക് 68, 97. ഓക്കെ, ഇനി ഗംഗാ നദിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാ? മാനസരോവർ തടാകത്തിൽ നിന്ന് ഉത്ഭവം, അത് ഏതാ? ഏത് നദിയാ? സിന്ധു നദി. അറബിക്കടലിൽ പതിക്കും, സിന്ധു നദി പതിക്കും. 2900 കിലോമീറ്റർ ഉണ്ട്. ഓക്കെ അല്ലേ അതും? ഇനി ഗാംഗ്ടോക്ക് ഗംഗാ നദിയുടെ പോഷക നദിയാണ്. ഇതിൽ ശരിയായിട്ടുള്ളത് ഇത് മാത്രമേ ഉള്ളൂ. ഇത്രയും സെറ്റാണോ? നിങ്ങൾക്ക് കിട്ടിയോ? ഇനി വെള്ളവും വളവും കണികാരൂപത്തിൽ ഡ്രിപ്പുകളിലൂടെ നൽകുന്ന രീതി. ഓക്കെ, അതായത് കണികാരൂപത്തിലാക്കി വെള്ളവും വളവും കൊടുക്കുന്നു, അതിനെന്ത് പറയുന്ന അറിയാം? ഫെർട്ടിഗേഷൻ എന്ന് പറയും. ഫെർട്ടിഗേഷൻ എന്ന് പറയും. ഇത് ബൈ ഹാർട്ട് ചെയ്യണേ, ഫെർട്ടിഗേഷൻ എന്നാണ് ഇതിന് പറയുന്നത്. എന്നാൽ ഹൈഡ്രോപോണിക്സ് എന്താണെന്നറിയാവോ? അതില് മണ്ണിന്റെ സഹായം ഇല്ലാതെ വെള്ളത്തിലൂടെയാണ് നമ്മൾ മിനറൽസും അതിന് വേണ്ട ഫെർട്ടിലൈസേഴ്സും കൊടുക്കുന്നത്. ഹൈഡ്രോപോണിക്സ്. കണികാരൂപത്തിൽ വെള്ളവും വളവും കൊടുക്കുന്നത് ഫെർട്ടിഗേഷൻ. ഇതേപോലെ ഒരെണ്ണം കൂടെ ചോദിക്കും, മണ്ണിന്റെ സഹായമില്ലാതെ വേരുകൾ എയറിൽ വളർത്തുന്നുണ്ട്, എയറോപോണിക്സ് എന്ന് പറയും. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ അതുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം പഠിക്കണം, അടുത്ത എക്സാമിന് ഇത് വരും. ഇനി മൺസൂണിന്റെ പിൻവാങ്ങലിന് എന്നറിയപ്പെടുന്നത് ഏതാ? നോക്കിക്കേ, വടക്ക് കിഴക്കൻ, നോർത്ത് ഈസ്റ്റ് മൺസൂൺ ആണ് മൺസൂണിന്റെ പിൻവാങ്ങൽ എന്നറിയപ്പെടുന്നത്. നോർത്ത് ഈസ്റ്റ് മൺസൂൺ ആണ്. ഓക്കെ, വടക്ക് കിഴക്കൻ മൺസൂൺ. അത് എനിക്ക് കണക്ട് ചെയ്ത് നോക്കിയാലേ കിട്ടും. ചിലപ്പോൾ ചിലർക്ക് അങ്ങനെ ആയിരിക്കാം. ഇംഗ്ലീഷ് മീഡിയം പഠിച്ച് വന്നിട്ട് ചിലപ്പോൾ മലയാളം ഇംഗ്ലീഷ് പ്രശ്നം ഉണ്ടെങ്കിൽ അത് നമ്മൾ സോൾവ് ചെയ്യണം. അതൊരു എക്സ്ക്യൂസ് അല്ല. നമ്മൾ അതിന് കാരണം കണ്ടെത്താൻ ഒന്നും നിൽക്കരുത്, അത് കണ്ടെത്തണം. ഇച്ചിരി ടൈം എടുത്താലും സെറ്റ് ആക്കണേ. നോർത്ത് ഈസ്റ്റ് ആകുമ്പോൾ നോക്കിക്കേ എന്ത് പേര് വരും? പിന്നെ അതേപോലെ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ആണെങ്കിലോ സൗത്ത് വെസ്റ്റ് മൺസൂൺ. സൗത്ത് വെസ്റ്റ് മൺസൂണിന്റെ പേര് എന്തൊക്കെയാ? ഇടവപ്പാതി, കാലവർഷം അല്ലെ. നോർത്ത് ഈസ്റ്റ് ആണെങ്കിൽ തുലാവർഷം. ഇത് മറക്കരുത്, റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നത്. അത് മാത്രമല്ല ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നതിൽ ഏത് മൺസൂൺ ആണെന്ന് ചോദിക്കും. സൗത്ത് വെസ്റ്റ് മൺസൂൺ അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ആണ്. ഇത്രയും ഓക്കെ അല്ലേ? അടുത്തതിലോട്ട് പോവാം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയല്ലാത്തത് ഏത്? ശരിയല്ലാത്തത്. ഓക്കെ, നിള എന്ന പേരിൽ അറിയപ്പെടുന്ന ഭാരതപ്പുഴയാണ്. അത് അത്യാവശ്യം ശരിയായിപ്പോ, അതുകൊണ്ട് അത് വെട്ടിക്കളയാൻ പറ്റത്തില്ല. കേരളത്തിലെ ഏറ്റവും നീളമുള്ള നദി ഭാരതപ്പുഴ അല്ല, പെരിയാറാണ്. ഭാരതപ്പുഴ ആനമലയിൽ നിന്ന് ഉത്ഭവിക്കുന്നു. PYQs പഠിച്ചോണേ. മാമാങ്കം നടക്കുന്ന ഭാരതപ്പുഴ തീരത്താണ്. PYQ ആണ്. ഇതെല്ലാം PYQs. അതുകൊണ്ട് വേറെ ഓപ്ഷൻസ് ഒന്നും കളയരുത്. തെറ്റെന്നുള്ള നിങ്ങൾ വേണേ വായിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ശരി വായിക്കണം കേട്ടോ. ഓക്കെ, അടുത്തത് 2023 വയലാർ അവാർഡ് ശ്രീകുമാരൻ തമ്പിക്ക് നേടിക്കൊടുത്ത കൃതി ഏതാണ്? ഏതാ? ജീവിതം ഒരു പെൻഡുലമാണ്. ശ്രീകുമാരൻ തമ്പി. തമ്പിക്ക് പെൺകുട്ടിയെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് പെൻഡുലം കണക്ട് ചെയ്താൽ അത്ര ശരിയാകത്തില്ല. പോട്ടെ, ശ്രീകുമാരൻ തമ്പി ജീവിതം ഒരു പെൻഡുലം. പഠിക്കണ അവാർഡുകൾ. ഐക്യരാഷ്ട്ര സംഘടന 2023 ഏത് വർഷമായി ആചരിച്ചിട്ടുണ്ട്? ഏത് വർഷമാണ് 2023? ചെറുധാന്യ വർഷം. അതേപോലെ ഒട്ടക വർഷം ഏതാ? ഗ്ലേസിയറിന്റെ വർഷം ഏതാ? പയർ വർഷം ഏതാ എന്നൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യണം. മണ്ണ് വർഷവും സോയിൽ വർഷവും 2015 ആയിരുന്നു. അതേപോലെ പീരിയോഡിക് ടേബിൾ വർഷവും ഉണ്ട്, അതും നിങ്ങൾ കമന്റ് ചെയ്യണം. മസ്റ്റ് ആയിട്ട് നമുക്ക് ആവശ്യമാണ് കേട്ടോ. ഇനി പെരിയാറിന്റെ പോഷക നദികൾ ഏതെല്ലാം? ഏതുണ്ട്? മുതിരപ്പുഴയുണ്ട്, പെരിയാറല്ലേ, അപ്പൊ പെരു വരുമ്പോ അതും കണക്ട് ചെയ്തോണം കേട്ടോ. പെരിയാറ് പെരു വരുമ്പോ അതും കണക്ട് ചെയ്തോണം. ഓക്കെ, പിന്നെ തൊടുപുഴയാറുണ്ട്, കട്ടപ്പനയാറും ഉണ്ട്. ഇവയെല്ലാം ഇതിൽ വരും. അതേപോലെ പമ്പാ നദിയുടെ പോഷക നദികൾ PSC ചോദിച്ചിട്ടുണ്ട്, ഓർമ്മയുണ്ടല്ലോ. അച്ചൻകോവിലും എക്സെട്ര ഒക്കെ പമ്പാ നദിയുമായി ബന്ധപ്പെട്ടതാ. പമ്പാ നദിയുടെ ഉത്ഭവസ്ഥാനം പുളിച്ചിമല. ശബരിഗിരി പദ്ധതി ഉള്ളതും പമ്പയിലാണ്. പമ്പ കഴിഞ്ഞ വർഷം PSC 2023 ഫേവറേറ്റ് ആയിരുന്നു. അപ്പം പോഷക നദികൾ നമ്മളെല്ലാം ബൈഹാർട്ട് ചെയ്യുന്നതിൽ നല്ലത് PSC ചോദിച്ചിട്ടുള്ളതൊക്കെ ബൈഹാർട്ട് ചെയ്ത് ആദ്യം തുടങ്ങണം. അപ്പൊ ഈ പെരിയാറിന്റെ പോഷക നദികൾ പഠിച്ചിട്ടേ പോകാവൂ. മുതിരപ്പുഴ, പിന്നെ പെരിയാറിന്റെ പെരു വെച്ച് തുടങ്ങുന്നുണ്ട്, അത് തൊടുപുഴയാറ്, കട്ടപ്പനയാറ്, മറക്കരുത് കേട്ടോ. ഇനി ചേരുംപടി ചേർക്കുക. വന്യജീവി സങ്കേതവും ജില്ലയുമാണ്. അപ്പൊ നമുക്ക് നോക്കാം. നെയ്യാറ്. നെയ്യാർ എവിടെയാ? ചെന്തുരുണി, കൊല്ലം. റിപ്പീറ്റഡ് അല്ലേ അത്? ഓക്കെ, ചെന്തുരുണി, കൊല്ലം. അപ്പൊ 2-2. ആ 2-2 ഉള്ളത് ആ കൂടെ ഒരെണ്ണമല്ലേ ഇതിൽ കാണുന്നുള്ളൂ. അപ്പോഴേ ആൻസർ കീ അവിടെ കിട്ടിയില്ലേ? ചെന്തുരുണി, കൊല്ലം. ശരി. നെയ്യാറ്. ഓക്കെ. കരിമ്പുഴ. കരിമ്പുഴ 2019 ലാസ്റ്റിൽ വന്നതാ. 222 സ്ക്വയർ കിലോമീറ്റർ ഉള്ളത്. ഓക്കെ, അത് മലപ്പുറം. പിന്നെ കൊട്ടിയൂര്, കണ്ണൂര്. കണ്ണിൽ കൊട്ടു കൊടുത്തു എന്ന് ഓർത്താൽ മതി. കണ്ണിൽ കൊട്ടു കൊടുത്തു കേട്ടോ. ആ മീനിന്റെ കണ്ണിൽ ഒരു കൊട്ടു കൊടുത്തിട്ട് കണ്ണിൽ കൊട്ടു കൊടുത്തു, കണ്ണിൽ കൊട്ടു കൊടുത്തു. ദ്രോഹിക്കില്ല, ഞാൻ ജസ്റ്റ് കണക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞതാ കേട്ടോ. അപ്പം ഇത് ഇത്രയും ഓർത്ത് വെച്ചോണം. റെഡി അല്ലേ? ഇമ്പോർട്ടന്റ് ആണ്, മറക്കരുത്. എന്തായാലും ഇത് അതേപോലെ തന്നിട്ടുണ്ട്. അടുത്തതിലോട്ട് പോവാം നമുക്ക്. 2023 വൈദ്യശാസ്ത്ര നോബൽ സമ്മാന ജേതാക്കളുണ്ട്. ഓക്കെ,
എന്തിനുള്ള കണ്ടുപിടുത്തത്തിനാണ് ഈ സമ്മാനം ലഭിച്ചിട്ടുള്ളത്? വാക്സിൻ വികസിപ്പിച്ചതിനാണ്. നോബൽ പ്രൈസുകൾ ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇല്ല നിങ്ങൾ കണ്ടല്ലോ. ഓക്കെ, പീരിയോഡിക് ടേബിൾ ഇല്ലാത്തതും കുറവാണ്. അതുകൊണ്ട് പീരിയോഡിക് ടേബിള്, നോബൽ പ്രൈസ്, പിന്നെ ഒരെണ്ണം കൂടെ നമ്മൾ പറഞ്ഞ ഏതായിരുന്നു? പ്രായമായി മറന്നു. അത് സാരമില്ല, അടുത്ത ക്ലാസ്സിൽ അത് ഞാൻ സെറ്റ് ചെയ്തെന്നുള്ളൂ. ഇവരെ ഞാൻ സെപ്പറേറ്റ് നിങ്ങൾക്ക് എടുത്തു തരും കേട്ടോ, മാരത്തോൺ അല്ലാതെ എടുത്തു തരാം. ഇനി ഇരവികുളം ദേശീയോദ്യാനവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കും. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനമാണ്. ഓക്കെ അല്ലെ, 1975 വന്യജീവി സങ്കേതമാക്കി ദേശീയോദ്യാനമാക്കിയത് 78 അല്ലെ. വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രമാണ്. ഇതെല്ലാം PYQ. തേക്കടി വന്യജീവി സങ്കേതം പേരിൽ അറിയപ്പെടുന്നത് തെറ്റാണ് കേട്ടോ, ഇത് ഓർത്ത് വെച്ചോളൂല്ലോ. അപ്പൊ ഈ കൂട്ടത്തിൽ തെറ്റായ പ്രസ്താവന ചോദിക്കുമ്പം 4 മാത്രമാണ്. റെഡി അല്ലേ? ഇരവികുളം ഓർത്ത് വെച്ചോളൂല്ലോ. ഓക്കെ, ശരി, അടുത്തതിലോട്ട് പോവാം. കേരളത്തിലെ ആദ്യത്തെ ശുചിത്വ പഞ്ചായത്ത്. പോത്തുകൾക്ക് ഭയങ്കര ശുചിത്വം, പോത്ത് പോലെ വളർന്നവിടെ ഇത്ര ശുചിത്വം വേണ്ട എന്നൊക്കെ ചുമ്മാ ചോദിക്കത്തില്ല. അതേപോലെ സമ്പൂർണ്ണ രക്തദാന ഗ്രാമപഞ്ചായത്തിലെ അതേതാ മടിക്കൈ, രക്തദാനം ചെയ്യാൻ മടിയാ, കൈ നീട്ടാൻ ഓർത്താൽ മതി. രക്തദാനം മടിക്കൈ ഓർത്ത് വെച്ചോണം കേട്ടോ. അടുത്ത തണ്ണീർമുക്കം ബണ്ട്. ഇത് ഞാൻ പറയുമ്പോൾ തോട്ടപ്പള്ളി സ്പിൽവേ പറയും. തോട്ടപ്പള്ളി സ്പിൽവേ എസ് പോലെ ഇരിക്കുന്നത്, അതുകൊണ്ട് 1955. ഇനി തണ്ണീർമുക്കം ബണ്ട്, തണ്ണീർമുക്കം ബണ്ടാണ് 1975. ഇതാണ് ഇവിടെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഈ തണ്ണീർമുക്കം ബണ്ട് നിർമ്മിച്ച കായൽ ഏതാ? വേമ്പനാട്ട് കായലാണ്. ഓക്കെ അല്ലേ? ശരി. അഷ്ടമുടി കായലിൽ പെരുവൻ തീവണ്ടി ദുരന്തം ഉണ്ടായത് 1988. ഒക്ടോബർ ഷേപ്ഡ് ഉണ്ട്, പനയോല ഷേപ്പിലാണ് അഷ്ടമുടി കായൽ. ശാസ്താംകോട്ട കായലാണെങ്കിൽ ശുദ്ധജല തടാകമാണ്. എഫ് ആകൃതിയാണ്, എഫ് ഷേപ്പിലാണുള്ളത്. ഓക്കെ, ശുദ്ധജലം എഫ്, ശാസ്താംകോട്ട കായൽ, അത് ഓർത്ത് വെച്ചോണം. ഇത്ര ഓക്കെ അല്ലേ? റെഡി? ഓക്കെ. പിന്നെ വെള്ളായണി കായലിൽ നടക്കുന്ന ഒരു ബോട്ട് റേസ് ഇല്ലേ, വെള്ളായണി ബോട്ട് റേസ് അറിയപ്പെടുന്ന പേരെന്താണെന്ന് 2023 ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ കണ്ടതായിരുന്നു. വെള്ളായണി കായലിൽ നടക്കുന്ന അയ്യങ്കാളി ബോട്ട് റേസ് ആണ്. അയ്യങ്കാളി ബോട്ട് റേസ് 2023 ചോദിച്ചതാ. ഓക്കെ, ഇനി മുതിരപ്പുഴയാറിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജലവൈദ്യുതി നിലയങ്ങൾ ഏതൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്, അത് കണ്ടെത്തണം. അപ്പൊ മുതിരപ്പുഴയിലുള്ളത് പള്ളിവാസൽ 1940 ആദ്യത്തെ ജലവൈദ്യുതി പദ്ധതി. ചെങ്കുളം 1954 രണ്ടും റിപ്പീറ്റഡ്. അതേപോലെ കുറ്റ്യാടി ഉണ്ട്, മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുതി പദ്ധതി 1972. തെറ്റുണ്ടെ തിരുത്തിയിടണേ. അപ്പൊ ഇത് രണ്ടും ഓർത്ത് വെച്ചോളൂല്ലോ. മുതിരപ്പുഴ ആറിലാണ് ഇതെല്ലാം, അതായത് 1 മാത്രം. ഓക്കെ അല്ലേ? മറക്കത്തില്ലല്ലോ, ഇമ്പോർട്ടന്റ് ആണ്. ശബരിഗിരി പദ്ധതി എവിടെയാ? പമ്പ, റിപ്പീറ്റഡാ, പമ്പ കേട്ടോ. കല്ലട കൊല്ലം. ഓക്കെ, പെരിങ്ങൽകുത്താണെങ്കിൽ ചാലക്കുടി. ഇതൊക്കെ റിപ്പീറ്റഡ് ആയതുകൊണ്ട് അത് റിപ്പീറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞത് ഇപ്പം. ഓക്കെ, പിന്നെ അടുത്ത കേരളത്തിലെ തീരപ്രദേശത്തിന്റെ പ്രത്യേകത. തീരപ്രദേശം ഇവിടെ 3 എണ്ണം ഉണ്ടല്ലോ ഇല്ലേ, നമ്മുടെ 3 പ്രദേശങ്ങളായിട്ട് തരംതിരിച്ചിട്ടില്ലേ, അതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ്. അപ്പം തീരപ്രദേശ പ്രത്യേകതകൾ താഴെ കൊടുത്തിട്ടുള്ള പ്രസ്താവനയിൽ ശരിയായിട്ടുള്ളത് കണ്ടെത്തുക. നോക്കാം. ഉപ്പുരസമുള്ള എക്കൽമണ്ണ തീരപ്രദേശത്ത്, അത് ഓക്കെ അല്ലെ, ഉപ്പുരസമുള്ളതാണ്. പിന്നെ അടുത്തത് സഹ്യപർവ്വത നിരയുടെ ഭാഗമാണ്. തെറ്റല്ലേ അത്? അല്ലെ? ഓക്കെ. പിന്നെ റബ്ബർ ധാരാളമായി കൃഷി ചെയ്യുന്നതോ? അതും തെറ്റാണ്. ഓക്കെ അല്ലേ? കാരണം തീരപ്രദേശത്ത് എന്തൊക്കെയാ പൊതുവെ വരുന്നത് അല്ലെ? തെങ്ങ് കൃഷി, തെങ്ങ് കവുങ്ങ് ഒക്കെ വരുന്നത് മിക്കവാറും ഏതാ? നമ്മുടെ തീരപ്രദേശത്താണ് അല്ലെ? മലനാട്, ഇടനാട്, തീരപ്രദേശം. അപ്പൊ മലനാടാണ് ഈ സഹ്യപർവ്വത നിരയുടെ ഭാഗം വരുന്നത്. റബ്ബർ ഒക്കെ ഉള്ളത് ഇടനാടിലും പിന്നെ മലനാടിലും വരാറുണ്ട്. ഇവരുടെ ഹൈറ്റ് എത്രയാണ്? LDC കഴിഞ്ഞ മെയിൻസിൽ ചോദിച്ചിട്ടുള്ള ചോദ്യം, അത് പഠിച്ചു വെച്ചോണം. ഓക്കെ. പിന്നെ സമുദ്രനിരപ്പിൽ നിന്ന് ഉയർന്ന പ്രദേശം അല്ല ഏതാ? തീരപ്രദേശം. അപ്പൊ 1 മാത്രമാണ് ഇതിൽ ശരിയായിട്ടുള്ളത്. ഓക്കെ ആണോ? ഇനി ഇന്ത്യയിലെ വിദ്യാലയങ്ങളിൽ ഉച്ചഭക്ഷണ പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയ സംസ്ഥാനം തമിഴ്നാടാണ്. മറക്കല്ലേ, തമിഴ്നാടാണ്. ഓക്കെ, മിഡ് ഡേ മീൽ പ്രോഗ്രാം എന്നാ അറിയപ്പെടുന്നത്. മിഡ് ഡേ മീൽ പ്രോഗ്രാം ആദ്യമായിട്ട് തമിഴ്നാട്ടിലാണ്. ഓക്കെ, തമിഴ്നാട്ടിലാണ്. ഇനി താഴെ എഴുതിയവയിൽ നിന്നും ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. നോക്കാം. സുന്ദർവൻ ഡെൽറ്റയാണ്, അത് ഓക്കെ അല്ലേ, അതങ്ങ് കിട്ടി. ഹുഗ്ലിയാണെ നദീതീരമാണ് അല്ലെ. പിന്നെ ആരവല്ലി ആണെങ്കിലോ ഉത്തര മഹാസമതലത്തിലാണ്. ഓക്കെ അല്ലേ? അത് അത്ര ഓർത്തു വെച്ചാൽ. അപ്പൊ സുന്ദർവൻ ഡെൽറ്റയാണ് ഇതിന് ശരിയായിട്ടുള്ളത്. ഇനി December 1 ദുബായിൽ നടന്ന COP28 ഉച്ചകോടി ഏത് വിഷയവുമായി ബന്ധപ്പെട്ടുണ്ട്? ഏതാ? കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ടത്. ഓക്കെ, കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ടതാണ്. ഇനി ഭരണഘടനയിൽ ഉൾപ്പെട്ട മൗലിക കർത്തവ്യം, അതായത് ഫണ്ടമെന്റൽ ഡ്യൂട്ടി കടമെടുത്തത് USSR അല്ലെ, റഷ്യ അല്ലെ, സോവിയറ്റ് യൂണിയൻ എന്ന് വരും. ഓക്കെ, ശരി. എത്ര എണ്ണം ഉണ്ട്? 11. അപ്പൊ ഫണ്ടമെന്റൽ റൈറ്റ്സ് എത്ര? 6 എണ്ണം. ആദ്യം 7 ആയിരുന്നു, ഇപ്പൊ 6 എണ്ണം. DPSP എത്ര എണ്ണമാ? 20 എണ്ണം. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എത്രവാ? 11 എണ്ണം. റിപ്പീറ്റഡ് ചോദ്യങ്ങളായിരുന്നു. നിങ്ങൾ കണ്ടിട്ടില്ല, ഞാൻ പറയാം, റിപ്പീറ്റഡ് ആണ് ഇതെല്ലാം കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ തീവണ്ടി യാത്ര ഏതെല്ലാം സംസ്ഥാനങ്ങളെ ബന്ധിപ്പിച്ചിരിക്കുന്നു? കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ചെയ്ത തിരൂർ മുതൽ ബേപ്പൂര് വരെ 1861 കേട്ടോ, 1861. ഒരു വരയിലും വരയ്ക്കണ്ട. ബുക്കിൽ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഗാന്ധിജിക്ക് മീശയും വരച്ചിട്ടില്ല നിങ്ങളെല്ലാം. ലാക്ടോമീറ്റർ എന്തുമായി ബന്ധപ്പെട്ടതാ? പാലം. ഇനി UK, ഇന്ത്യ, കെന്യ എന്താ? കോമൺവെൽത്ത് രാജ്യങ്ങളാണ് അല്ലെ. പ്രത്യേകത കോമൺവെൽത്ത് രാജ്യങ്ങളാണ്.
അടുത്ത ഹരിതഗ്രഹ വാതകങ്ങൾ പെടാത്തത് നമ്മൾ എപ്പോഴും പറയാറില്ല, ഇത് ചോദിക്കുമെന്ന്. കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രസ് ഓക്സൈഡ്, നൈട്രജൻ, മീത്തേൻ. അപ്പം നൈട്രജൻ ആണ് ഇതിൽ ഓഡ് 1 എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഓർമ്മയുണ്ടല്ലോ. നമ്മുടെ ചലഞ്ച് സീരീസ് തന്നെ പറഞ്ഞിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസിൽ ഓർമ്മമായത്. INA-യുമായി ബന്ധപ്പെട്ട നേതാക്കൾ ഇതിൽ ആരെല്ലാം? സുഭാഷ് ചന്ദ്രബോസ്, ക്യാപ്റ്റൻ ലക്ഷ്മി. പിന്നെ ഓർത്തോണം, INA-യിൽ അംഗമായിരുന്നതും ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റിയ മലയാളി അറിയാം, വക്കം അബ്ദുൽ ഖാദർ. അത് റിപ്പീറ്റഡ് ചോദ്യമാണ്, ഇമ്പോർട്ടന്റ് ആണ്. INA-യിൽ അംഗവുമായിരുന്നു, തൂക്കിലേറ്റിയ മലയാളി ആരാണ്? വക്കം അബ്ദുൽ ഖാദർ. ഓർത്തു വെച്ചോണം. ഇവിടെ INA-യുമായി ബന്ധപ്പെട്ട നേതാക്കള് സുഭാഷ് ചന്ദ്രബോസ്, ക്യാപ്റ്റൻ ലക്ഷ്മി. ഓർത്തു വെച്ചോളൂല്ലോ. ഝാൻസി റാണി റെജിമെന്റും ഉണ്ടായിരുന്നു ഇതിൽ. ഇനി അസ്ഥികളുടെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമായിട്ടുള്ള ജീവകമല്ല വിറ്റാമിൻ ഏത്? അതിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം തിരിച്ചറിയുക. വൈറ്റമിൻ ഡി അല്ലെ, ജീവകം ഡി കാണാം, റിക്കറ്റ്സ് ആണ്. ജീവകം എ നൈറ്റ് ബ്ലൈൻഡ്നെസ് അല്ലെ, ജീവകം സി സ്കർവി, ഡി വായ്പുണ്ണ്. ഇനി വിറ്റാമിൻ ഇ ആണെങ്കിൽ സ്റ്റെറിലിറ്റി. ഇതൊക്കെ ഓർത്തു വെച്ചോണം, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത്, ഞാനിത് ആദ്യം വീരപ്പൻ എന്നാണ് വായിച്ചത്, ഇനിയിപ്പം ഭാഗ്യത്തിനൊരു നേരത്തെ വായിച്ചു നോക്കി നന്നായി കേട്ടോ. അപ്പം വിരിപ്പ്, മുണ്ടകൻ, പുഞ്ച, ഇത് ഏത് കാർഷിക വിളയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്? മുണ്ടകൻ കൊയ്ത്ത് കഴിഞ്ഞൊരു പാട്ടില്ലേ, ഓർമ്മയില്ല, ഞാൻ പാടാം. ലൈവ് ആയിരുന്നു പാടി തന്നെ കേട്ടോ, ലൈവ് അല്ലാത്തതുകൊണ്ട് പാടുന്നില്ല. മുണ്ടകൻ കൊയ്ത്ത് കഴിഞ്ഞ് വരുന്നത് എന്തുമായി ബന്ധപ്പെട്ട? നെല്ലുമായി ബന്ധപ്പെട്ട. അതല്ല പുഞ്ചപ്പാടം, അവിടെ അല്ലേ നെല്ലൊക്കെ ഉള്ളത്. അപ്പം വിരിപ്പ്, മുണ്ടകൻ, പുഞ്ചയൊക്കെ നെല്ലുമായി ബന്ധപ്പെട്ട. കുരുമുളകാണ് ഈ കൂട്ടത്തിൽ 100 തവണ കൂടുതൽ റിപ്പീറ്റഡ് ആയി ചോദിച്ചിട്ടുള്ളത് അല്ലേ, ഓർമ്മയുണ്ടോ? ഇമ്പോർട്ടന്റ് ആണ് ഇതെല്ലാം. കേരളത്തിലെ കടുവ സംരക്ഷണ കേന്ദ്രങ്ങളിൽ ഒന്ന് ഈ കൂട്ടത്തിൽ ഏതാണ്? ഈ കൂട്ടത്തിൽ ഏതാണ് കടുവ സംരക്ഷണ കേന്ദ്രമായിട്ടുള്ളത്? പറമ്പിക്കുളം അല്ലെ, പറമ്പിക്കുളത്താണ് കടുവ സംരക്ഷണ കേന്ദ്രമായിട്ടുള്ളത്. പിന്നെ പെരിയാറിന്റെ ഉണ്ടായിരുന്നു, ഓക്കെ അല്ലെ, ഓർത്ത് വെച്ചാണ് പറമ്പിക്കുളം. അടുത്തത്, എനിക്ക് ഇരവികുളത്തിന്റെ ഒന്ന് പറയട്ടെ. വന്യജീവി സങ്കേതമാക്കിയത് 1975 എന്നാൽ ദേശീയോദ്യാനം നാഷണൽ പാർക്ക് ആക്കിയത് 1978. ഇത് ഇമ്പോർട്ടന്റ് ആണ്, മറക്കരുതേ. ഓക്കെ. സൈലന്റ് വാലി ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച 1984 ഇന്ദിരാഗാന്ധി. പക്ഷേ ഉദ്ഘാടനം ചെയ്തത് 1985 രാജീവ് ഗാന്ധിയാണ്. ഇതും റിപ്പീറ്റഡ്. PYQ ഇതൊന്നും മറക്കരുത് കേട്ടോ. താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനയിൽ പരിശോധിച്ച് ശരിയായിട്ടുള്ളത് ഏതെല്ലാമെന്ന് കണ്ടെത്തുക. ശരിയായിട്ടുള്ളത്, മനുഷ്യ ശരീരത്തിലെ പദാർത്ഥ സംവഹനം നടത്തുന്നത് രക്തപര്യന വ്യവസ്ഥയാണ്. ഓക്കെ, ബ്ലഡ് സർക്കുലേഷൻ. റെഡി. ഇനി രക്തപര്യന വ്യവസ്ഥയിലെ പ്രധാന ഭാഗങ്ങളാണ് ഹൃദയം, രക്തക്കുഴലുകൾ. ശരിയാണ്. മനുഷ്യ ശരീരത്തിലെ വിവിധ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന നാഡീ വ്യവസ്ഥയാണ്. അത് അത്ര ശരിയല്ലല്ലോ. ഓ സെറ്റ്, ശരി. പിന്നെ നാഡീ വ്യവസ്ഥയുടെ പ്രധാന ഭാഗങ്ങളാണ് വൃക്കയും കരളും. അത് കയറി വരുന്നില്ല. അപ്പം 1, 2, 3 ശരി, 4 തെറ്റ്. ഓക്കെ അല്ലേ? ഇത് കിട്ടത്തില്ല. ഇതൊക്കെ സിമ്പിൾ ആയിട്ട് വരുന്നത് കേട്ടോ. 2023 കേരള നിപ്പ രോഗം റിപ്പോർട്ട് ചെയ്ത ജില്ല ഏതാ? കോഴിക്കോട്. അതേപോലെ കോഴിക്കോട് ഒരു കുടുംബാരോഗ്യ കേന്ദ്രം ഒരിടത്ത് ആന്റിബയോട്ടിക് സ്മാർട്ട് ഹോസ്പിറ്റലാക്കി മാറ്റിയിട്ടുണ്ട്. അത് എവിടെയെന്ന് PSC ചോദിച്ചു. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഉണ്ട്. ആന്റിബയോട്ടിക് സ്മാർട്ട് ഹോസ്പിറ്റൽ കോഴിക്കോട്. ആന്റിബയോട്ടിക് സ്മാർട്ട് ഹോസ്പിറ്റൽ കോഴിക്കോട്. ആന്റിബയോട്ടിക് സ്മാർട്ട് ഹോസ്പിറ്റൽ കോഴിക്കോട്. നിപ്പ രോഗവും കോഴിക്കോട്. ഓക്കെ അല്ലേ? ശരി. ഇനി മീൻ നീന്തി വന്ന കേട്ടോ, പൊസിഷൻ മാറി. പരിസ്ഥിതി സൗഹാർദ്ദപരമായിട്ടുള്ള കീട നിയന്ത്രണ മാർഗങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഇത് കൂട്ടത്തിൽ ഉൾപ്പെടുന്നില്ല കേട്ടോ. വായിച്ചു നോക്കണേ. വേരുകൾ വായുവിലേക്ക്, നമ്മൾ പറയും മണ്ണിന്റെ സഹായമില്ലാതെ എയറിലാണ് അല്ലെ വളരുന്ന രീതി. സസ്യങ്ങളെ വളർത്തി ആ ഒരു രീതി ഏതാ? എയ്റോഫോണിക്സ് എന്ന് പറയും അല്ലെ. ഹൈഡ്രോഫോണിക്സ് ഓർമ്മയുണ്ടോ? വെള്ളത്തിന്റെ സഹായത്തോടു കൂടിയാണ്. അവിടെ മണ്ണില്ല എന്ന് ഓർത്തു വെച്ചോണം. പിന്നെ പ്രിസിഷൻ ഫാർമിംഗ് എന്താ? റെഗുലേറ്റ് ചെയ്ത് ഓരോന്നും നോക്കി അതാത് കൊടുക്കുന്നതാണ് ഇനി പ്രിസിഷൻ ഫാർമിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എയ്റോഫോണിക്സ് ഓർത്തോണം, ഹൈഡ്രോഫോണിക്സ് ഓർത്തോണം, ഓർത്തു വെച്ചോളൂല്ലോ. ഇനി ദൃശ്യപ്രകാശം അതിന്റെ ഘടകവർണ്ണങ്ങളായി വേർതിരിയിൽ പ്രതിഭാസം ഏതാ? പ്രകീർണനമാണ് അല്ലെ, പ്രകീർണനം. ഇതിന്റെ ഇംഗ്ലീഷ് മലയാളം പഠിച്ചു വെച്ചോണേ. ഇനി ആറ്റത്തെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവന പരിശോധിച്ച് ശരിയായിട്ടുള്ളത് ഏത്? ആറ്റോമിക് തിയറി ജോൺ ഡാൽട്ടൺ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു 2024. പിന്നെ ഏറ്റവും കൂടുതൽ ഇലക്ട്രോണുകൾ കാണുന്നത് ഓർബിറ്റ് ആണോ ഓർബിറ്റലിലാണോ എന്ന് പുതിയ സിദ്ധാന്തം അനുസരിച്ച് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിലെ 3 ഡയമെൻഷനിലാണ് ഓർബിറ്റൽ, 2 ഡയമെൻഷനിലാണ് ഓർബിറ്റ്. ഓക്കെ, അപ്പം ഇവിടുത്തെ ചോദ്യം നമുക്ക് നോക്കാം. ആറ്റത്തിന്റെ കേന്ദ്രഭാഗം ന്യൂക്ലിയസ് എന്ന് അറിയപ്പെടുന്നു. ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിൽ കാണപ്പെടുന്നു. ന്യൂക്ലിയസിൽ എന്തൊക്കെയാ? പ്രോട്ടോണും ന്യൂട്രോണുമാണ് ഉള്ളത്. ഇലക്ട്രോൺ ഓർബിറ്റിലാണ് അല്ലെ. ഇനി ആറ്റത്തിലെ പോസിറ്റീവ് ചാർജുള്ള കണമാണ് പ്രോട്ടോൺ. അപ്പം ഇതില് ശരിയായിട്ടുള്ളത് പറയുമ്പോൾ 1ഉം 3ഉം മാത്രം വരും അല്ലെ. ഓക്കെ, ഇനി താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഹൈഡ്രജൻ വാതകം ഉണ്ടാകുന്നത് ഏത് സന്ദർഭത്തിലാ? ഹൈഡ്രോക്ലോറിക് ആസിഡും സിങ്ക് ലോഹവുമായി പ്രവർത്തിക്കുമ്പോഴാണ് കേട്ടോ ഹൈഡ്രജൻ വാതകം. ഇതും റിപ്പീറ്റഡ് ചോദ്യം തന്നെയാണ്. ഇനി ഇരുമ്പിന്റെ അയിര് ഏതാണ്? I, ABCDEFGHI അല്ലെ. അപ്പം ഹെമറ്റൈറ്റ് അയൺ HI. ഓക്കെ,
ഇനി ബോക്സൈറ്റ് ആണെങ്കിൽ എ ബി ആൽഫബറ്റിക് ഓർഡറിൽ പോകുമ്പോൾ അലുമിനിയം ബോക്സൈറ്റ് അല്ലെ. കലാമിൻ ആണെങ്കിൽ സിങ്ക്, അടുത്തത് പാരപ്പറ്റിൽ വെച്ചിരിക്കുന്ന ഒരു ചെടിച്ചട്ടി താഴേക്ക് പതിക്കുമ്പോൾ, എറിഞ്ഞതായിരിക്കത്തില്ല ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്, ഓക്കെ, താഴേക്ക് പതിക്കുമ്പോൾ അതിന്റെ എനർജിക്ക് വരുന്ന മാറ്റം എന്താ? സംഭവം മേളിൽ താഴോട്ട് വരുമ്പം പൊട്ടൻഷ്യൽ എനർജി കുറയുന്നു, കൈനറ്റിക് എനർജി കൂടുന്നു അല്ലെ. അപ്പം ഗതികോർജം വർദ്ധിക്കുന്നു, സ്ഥിതികോർജം കുറയുന്നു, ശരിയല്ലേ? കൈനറ്റിക് എനർജി കൂടുന്നു, പൊട്ടൻഷ്യൽ എനർജി കുറഞ്ഞു വരുന്നു. ഉയരം കുറയുന്നതിനനുസരിച്ച് പൊട്ടൻഷ്യൽ എനർജിയും കുറയുന്നു. ഇന്ത്യയുടെ ഏറ്റവും പുതിയ യുദ്ധക്കപ്പലായിട്ടുള്ള INA മഹേന്ദ്രഗിരിക്ക് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തെ മലനിരകളുടെ പേരാണ് നൽകിയിട്ടുള്ളത്? മഹേന്ദ്രഗിരി. നമ്മൾ പലപ്പോഴും പല വീടുകളിൽ പോകുമ്പോൾ ഇരി, അപ്പോഴേ അവർ ഓടും അല്ലെ. ഇല്ലല്ല, പോവാ അല്ലെ, ഒന്ന് ഇരിക്കൂ, ഇല്ല ഓടും. അത് ഓർത്താൽ മതി കേട്ടോ, മഹേന്ദ്രഗിരി. അപ്പൊ കറണ്ട് അഫയർ ഇങ്ങനെയൊക്കെ കണക്ട് ചെയ്ത് വെക്കുന്നത്. മഹേന്ദ്രഗിരി, ഇരുന്നേ, ഇല്ല ഓടും. ഓക്കെ, അപ്പൊ ഒഡീഷ നിങ്ങൾക്ക് ഓർത്ത് വെക്കുക, എളുപ്പമാ, ഇനി നിങ്ങൾ മറക്കത്തില്ല. 2023 വനിതാ ഫുട്ബോൾ ലോകകപ്പ് ചാമ്പ്യന്മാരാരാ? സ്പെയിനാണ് അല്ലെ, സ്പെയിനാണ്. DPSP ആദ്യം നടപ്പിലാക്കിയ അല്ലെ DPSP ഇൻക്ലൂഡ് ചെയ്ത രാജ്യം ഏതാ? സ്പെയിൻ. പക്ഷെ DPSP നമ്മൾ കടമെടുത്ത രാജ്യം ഏതാ? അയർലൻഡ്. ഓക്കെ അല്ലെ. അടുത്തതിലോട്ട് പോവാം. താഴെ തന്നിരിക്കുന്ന വിസർജനാവയവം അല്ലാത്തത് ഏതാണ്? ഈ കൂട്ടത്തിൽ ഏതാ? ഹൃദയമാണ് അല്ലെ, ഹൃദയമാണ്. കാരണം നമ്മുടെ സ്കിൻ പോലും സ്വെറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ബാക്കിയുള്ളതിൽ. അപ്പം ഈ കൂട്ടത്തിൽ വിസർജനാവയവം അല്ലാത്തത് ഹൃദയം. ചുവടെ കൊടുത്തിരിക്കുന്നതിൽ വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗം ഈ കൂട്ടത്തിൽ ഏതാണ്? വൈറസ് മൂലം ഉണ്ടാകുന്നത് ഏതാ? എയ്ഡ്സ് അല്ലേ. ഓക്കെ, അതേപോലെ കോവിഡ് ഒക്കെ വൈറസ് രോഗമാണെന്ന് ഓർത്ത് വെച്ചോണം. കോമൺ കോൾഡ് PS റിപ്പീറ്റഡ് ആയി ചോദിക്കുന്നത്. കോമൺ കോൾഡ് ഏതാ? വൈറസ് ആണെന്ന് ഓർത്ത് വെച്ചോണം. ഓക്കെ, എലിപ്പനി ഏതാ? ബാക്ടീരിയ, റിപ്പീറ്റഡ് ചോദ്യം. ക്ഷയമാണെങ്കിലോ? ബാക്ടീരിയ, റിപ്പീറ്റഡ് ചോദ്യം. ഡിഫ്തീരിയ ആണെങ്കിലോ? ബാക്ടീരിയ, റിപ്പീറ്റഡ് ചോദ്യമാണ്. പുകവലി മൂലം ശ്വാസകോശത്തിലെ വായു അറകളിലെ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെടുന്നു. ഇതേതാ? ഇത് റിപ്പീറ്റഡ് ആയി, ഇത് 10-20+ ടൈംസ് ചോദിച്ചിട്ടുള്ള എംഫിസീമ എന്ന് പറയും അല്ലെ. എംഫിസീമ എന്ന് പറയും, ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെടുന്നത് എംഫിസീമ. നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കുഷ്ഠരോഗം നിർമ്മാർജ്ജനത്തിന് കേരളത്തിലെ ആരോഗ്യവകുപ്പ് നടപ്പിലാക്കിയ പദ്ധതി. ഇത് ആഡ് ചെയ്തോ, മനസ്സിലോട്ട് അങ്ങ് ബൈഹാർട്ട് ചെയ്തേ പോകാവേ. ഓക്കെ, അപ്പം എൽസയാണെന്ന് ഓർത്ത് വെച്ചോളൂ. സുകൃതം എന്താ? ക്യാൻസർ ട്രീറ്റ്മെന്റിനാണ്. ഹൃദയം എന്താ? ഹൃദയവുമായി ബന്ധപ്പെട്ടുള്ള അസുഖങ്ങളാണ്, അത് ട്രീറ്റ് ചെയ്യുന്ന പദ്ധതിയാണ്. താലോലമോ? 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് മാരക രോഗത്തിന്റെ ചികിത്സാ പദ്ധതിയുമാണ്. അപ്പൊ ഇവിടെ പുത്തനായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് കുഷ്ഠരോഗം, എൽസ. അത് കോമൺ സാധനം എന്നാലും പറയാം, കുഷ്ഠരോഗത്തിന്റെ എൽസ. ഓക്കെ അല്ലേ. ഇനി 2023 പരിസ്ഥിതി ദിന സന്ദേശം താഴെ പറയുന്നവയിൽ ഏതാണ്? എന്താണ്? പ്ലാസ്റ്റിക് മലിനീകരണം കുറയ്ക്കുക എന്നാണ്. അപ്പം പലതിന്റെയും നമ്മൾ കണ്ട് അല്ലെ, പരിസ്ഥിതി ദിനത്തിന്റേതും വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റേതും ഒക്കെ കണ്ട്. അപ്പൊ അങ്ങനത്തെ മേജർ കോഡ്സുകളൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നിങ്ങൾ ഓർത്ത് വെക്കണം, ഇല്ല ഞാൻ പ്രിപ്പയർ ചെയ്ത് തരാം കേട്ടോ. ഇതിൽ ഞാൻ ഏതെങ്കിലും ഒക്കെ പറഞ്ഞിട്ട് തന്നിട്ടില്ലല്ലോ, തരാതിരിപ്പുണ്ടല്ലോ, നിങ്ങൾ കമന്റ് ചെയ്യണം, ഞാൻ ഉറപ്പായിട്ടും തരും. എനിക്ക് എന്തോ നേടുന്ന പോലെ നിങ്ങൾ കുറെ പേരെ റാങ്ക് അടിപ്പിക്കുമ്പോൾ കേട്ടോ. ഈ 50 days ചാലഞ്ച് സീരീസ് എന്നൊരു സംഭവം അങ്ങോട്ട് ഇറക്കാൻ ധൈര്യം ഉണ്ടെങ്കിൽ എനിക്ക് അതുപോലെ റാങ്ക് ആൾക്കാരെ അടുപ്പിച്ചെടുക്കാനും പറ്റും. അതിനെന്ത് ചെയ്യണം? ഭയങ്കര ബുദ്ധി വേണം എന്നൊന്നുമില്ല, കൺസിസ്റ്റൻസി മാത്രം മതി. ഡെയിലി ഈ വീഡിയോകൾ കണ്ടുപോയാൽ മതി. പഴയത് എന്തായാലും ഞാൻ റിവൈസ് ചെയ്ത് തരുന്നില്ല, നിങ്ങൾ ധൈര്യമായിട്ട് അങ്ങോട്ട് പഠിച്ചു കേട്ടോ. ഓക്കെ, ഇനി ദഹനഫലമായി പിന്നെ ഇടയ്ക്ക് ഇച്ചിരി മിസ്റ്റേക്ക് വരുന്നത് അങ്ങ് ക്ഷമിച്ചേക്കണം. അതായത് നാക്കുളുക്കല്, അതൊക്കെ കോമൺ ആണ് കേട്ടോ. അപ്പം അതിനൊക്കെ കോമ്പൻസേഷൻ ആയി മീനയും കിളിയും ഒക്കെ ആഡ് ചെയ്ത് വെച്ചേക്കുന്നതെന്ന് ഓർത്താൽ മതി. അപ്പൊ ദഹനഫലമായി പ്രോട്ടീൻ വിഘടിച്ചുണ്ടാകുന്നത്. പ്രോട്ടീൻ വിഘടിച്ച എന്തുണ്ടാവും? അമിനോ ആസിഡ്സ് ഉണ്ടാവും അല്ലെ, അമിനോ ആസിഡ്സ് ഉണ്ടാകുന്നു. ഇനി കാൽ വിരലുകൾക്കിടയിലും പാദങ്ങളിലും ചൊറിച്ചിലുണ്ടാകുമ്പോൾ അത്ലറ്റിക് ഫുട്ട് വരും. റിപ്പീറ്റഡ് ചോദ്യം കേട്ടോ. ഈ രോഗത്തിന് കാരണമാകുന്ന സൂക്ഷ്മജീവി ഏതാ? ഈ അത്ലറ്റിക് ഫുട്ടിന് കാരണമാകുന്നത് ഫംഗസ് ആണ് അല്ലെ. അത്ലറ്റിക് ഫുട്ട് ഫംഗസ് ആണ്. അതേപോലെ റിംഗ് വോം, വട്ടച്ചൊറി, വട്ടപ്പുണ്ണ് എന്നൊക്കെ പറയത്തില്ലേ, റിംഗ് വോം ഫംഗസ് കാരണമാണ്. മലേറിയ, പ്രോട്ടോസോവ 2024 ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ട്. ബാക്ടീരിയ, ഡിഫ്തീരിയ, ട്യൂബർക്ലോസിസ്, റാറ്റ് ഫീവർ എന്ന് പറയേണ്ട എലിപ്പനി കേട്ടോ. എലിപ്പനി ഒക്കെ ബാക്ടീരിയ കാരണമാണ്. വൈറസ് ആണ് കോവിഡ്, കോമൺ കോൾഡ് ഒക്കെ റിപ്പീറ്റഡ് ആണ്. ഇത് ഇത്രയും പഠിച്ചിട്ട് പോകണം. ഡിസീസസ് എല്ലാം പഠിച്ചിട്ടും ഈ അടുത്തിടയ്ക്ക് ചോദിച്ചതും റിലേറ്റഡും പഠിച്ചേ പോകാവൂ കേട്ടോ. ഓക്കെ, അടുത്തതിലോട്ട് പോവാം. പ്രമേയം എന്ന രോഗത്തിന് കാരണമാകുന്ന ഏത് ഹോർമോണിന്റെ ഉൽപാദനം കുറയുമ്പോഴാണ്? ഏതാ? ഇൻസുലിൻ്റെത് അല്ലെ, ഇൻസുലിൻ്റെതാ. പിന്നെ നമ്മൾ ഇൻസുലിൻ കുത്തിവെക്കേണ്ടി വരും അല്ലെ. ഷുഗർ ആകുമ്പോൾ ഇൻസുലിൻ കുത്തിവെക്കും. ഇൻസുലിൻ സിക്രേറ്റ് ചെയ്യുന്നതോ പാങ്ക്രിയാസ് ആണ് അല്ലെ. ഈ മെലാറ്റോണിൻ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? 2024 വേറെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ചെയ്തു പോയപ്പോൾ അതിൽ വന്നോളണം മെലാറ്റോണിൻ. ദിനതാളക്രമങ്ങൾ അല്ലെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, സർക്കാഡിയൻ റിതം മെയിൻറ്റെയിൻ ചെയ്യുന്നത് മെലാറ്റോണിൻ ആണ്. അതായിരുന്നു ആ ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് ഓർമ്മ വന്ന് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഒരു സന്തോഷം വരുന്നില്ലേ? കാരണം നമ്മൾ പറഞ്ഞ സംഭവം ഓപ്ഷൻ ആയിട്ട് വന്നാൽ അത് അടുത്ത ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ ഇതിലെ ഓപ്ഷൻ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾ ഓർത്ത് വെച്ചോണം കേട്ടോ. അപ്പം ധൈര്യമായിട്ട് നമുക്ക് കിട്ടും. ഇത്രയും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത്രയും ലെവലപ്പ് ആയെങ്കിൽ പിന്നെ 50 ചലഞ്ച് കംപ്ലീറ്റ് ആകുമ്പോൾ നിങ്ങൾ എവിടെ ഇരിക്കും? അത്രേ ഉള്ളൂ. 18 വയസ്സിൽ താഴെയുള്ള
പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിന് സേവനങ്ങൾ ഉറപ്പുവരുത്തുന്ന പദ്ധതി ഏതാ? ആരോഗ്യ കിരണം. അപ്പൊ 18 വയസ്സ് താഴെയുള്ളത് ഇവിടെ താലോലം നിങ്ങൾ പ്രതീക്ഷിച്ചു, ഞാനും പ്രതീക്ഷിച്ചു. ഇല്ല, ആരോഗ്യ കിരണം ഉണ്ട്. അപ്പൊ ആരോഗ്യ കിരണം, താലോലം ഇവരെ ഒരുമിച്ചു കേട്ടോ. താലോലം. ഓക്കെ, ആരോഗ്യ കിരണം, താലോലം, ആരോഗ്യ കിരണം, താലോലം. 18 വയസ്സ് താഴെയുള്ളത് ആരോഗ്യ കിരണം, താലോലം. റിപ്പീറ്റഡ് അല്ലേ ഇത്? ആണ്. സ്നേഹപൂർവം എന്തായിരുന്നു അല്ലേ? മാതാപിതാക്കൾ രണ്ടുപേരും ഇല്ല, അല്ലെങ്കിൽ ഒരാൾ മരണപ്പെട്ടു എന്ന് വെച്ചു. അപ്പൊ ആ കുട്ടികളെ ഏറ്റെടുത്ത് വളർത്തുന്നവർക്ക് നൽകുന്ന ധനസഹായമാണ്, കുട്ടികളുടെ പഠനത്തിന് വേണ്ടിയുള്ള ധനസഹായമാണ് സ്നേഹപൂർവം. സ്നേഹസ്പർശം, അൺമാരീഡ് മദേഴ്സ്, അവിവാഹിതരായ അമ്മമാർക്ക് വേണ്ടി സ്നേഹസ്പർശം. ഇനി സമാശ്വാസം എന്താണെന്നറിയാം? കിഡ്നി പേഷ്യൻസിനുള്ള BPL കാരായിട്ടുള്ളവർക്ക്, കിഡ്നി പേഷ്യൻസ് ആയിട്ടുള്ളവർക്ക് വേണ്ടിയുള്ള പദ്ധതിയെ സമാശ്വാസം. കിഡ്നി, സമാശ്വാസം, കിഡ്നി. ഓക്കെ, കിട്ടി ആശ്വാസം, കിട്ടി ആശ്വാസം, കിട്ടി ആശ്വാസം, സമാശ്വാസം, കിഡ്നി, ആശ്വാസം, കിട്ടി, കിഡ്നി, കിട്ടി എന്ന് വെച്ചത് കിഡ്നിയാണ് കേട്ടോ. സമാശ്വാസം, കിട്ടി, കിഡ്നി, മറക്കല്ല്. പിന്നെ ആശാധാര എന്താ പറയാ? ഹിമോഫീലിയ, സിക്കിൾ സെൽ അനേമിയ, ഈ രോഗത്തിനൊക്കെയുള്ള സ്കീമാണ് ആശാധാര. ഓക്കെ, ഹിമോഫീലിയ, സിക്കിൾ സെൽ അനേമിയ, അത് അതേപോലെ ബൈഹാർട്ട് ആക്കുകയെന്നേ ഉള്ളൂ, വേറൊന്നും അതിൽ അവിടെ കണക്ട് ചെയ്യാൻ കിട്ടുന്നില്ല. അപ്പം ഇത് ഇത്രയും കിട്ടില്ല. ആരോഗ്യ കിരണം, താലോലം, 18 വയസ്സിൽ താഴെയുള്ളതാണ്. ഇനി ഇന്ത്യയിലത്തെ ആദ്യത്തെ ആന്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രി ആയിട്ടുള്ള, ഇച്ചിരി മുമ്പ് കോവിഡ് ആദ്യം സ്ഥിരീകരിച്ചത് ചോദിച്ചില്ലേ, അതേപോലെ ആന്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രി എവിടെയാ? കോഴിക്കോട് അല്ലെ? ഇത് നമ്മൾ പറഞ്ഞു വന്നതുകൊണ്ട് നല്ലപോലെ കിട്ടി. പക്ഷെ അടുത്ത തവണ ഇത് റിപ്പീറ്റഡ് ആയി ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടണം. ആന്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രി കോഴിക്കോട്. ശുചിത്വ പഞ്ചായത്ത് പോത്തുങ്കൽ അല്ലെ? പോത്തുകൾക്ക് ഭയങ്കര ശുചിത്വമാണെന്ന് പറഞ്ഞതേ എനിക്ക് ഓർമ്മയുള്ളൂ, ബാക്കി വാക്ക് ഇങ്ങോട്ട് കിട്ടുന്നില്ല. ഓക്കെ, 2021 സെപ്റ്റംബറിൽ അന്തരിച്ച ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ്, അതേപോലെ ജസ്റ്റിസ് ഫാത്തിമ ബീവി അന്തരിച്ചു കഴിഞ്ഞ വർഷം, അത് ചോദിക്കും. മനുഷ്യാവകാശ കമ്മീഷനിലെ വനിതാ അംഗമായിട്ടുള്ളതാണ് ജസ്റ്റിസ് ഫാത്തിമ ബീവി ഉണ്ടായിരുന്നത് കേട്ടോ, കമ്മീഷനിൽ അംഗമായിരുന്നേ. അതേപോലെ ഹൈക്കോടതി ജഡ്ജി ആയിട്ടുള്ള ആദ്യത്തെ വനിതയും ജസ്റ്റിസ് ഫാത്തിമ ബീവിയാണ്, ഓർത്തോണം. അപ്പൊ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഇതിൽ ആരാ? MS സ്വാമിനാഥനാണ്. എന്നാൽ നോർമൻ ബോർലോഗോ ലോകത്തിലെ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അല്ലെ? നോർമൻ ബോർലോഗോ, ഓർത്തു വെച്ചോണം. പിന്നെ ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ടുള്ള ഏഷ്യൻ രാജ്യം ഏതായിരുന്നു? എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഞാൻ ചോദിക്കാറുണ്ട്, അത് ചോദിച്ചിട്ടുണ്ട്, ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾ പറയണം. ഓക്കെ, പിന്നെ ഹരിത വിപ്ലവത്തിന്റെ 2 ഘട്ടങ്ങളായിട്ടുള്ളത് PSC ചോദിച്ചു. ഒന്നാമത്തെ ഘട്ടം 1960-70, രണ്ടാം ഘട്ടം 1970-80. ഇത് തന്നെ ഇപ്പൊ നമ്മൾ പല ക്വസ്റ്റ്യൻ പേപ്പർ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞില്ലേ? അപ്പൊ ആദ്യം കേട്ടവർക്ക് പിന്നെയും കേൾക്കുമ്പോൾ മനസ്സിലാകത്തില്ല. അപ്പൊ സ്പീഡ് ആണെങ്കിലും ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട്, നിങ്ങൾക്ക് സെറ്റ് ആവും കേട്ടോ. അടുത്തത്, ഹൃദയത്തെ ആവരണം ചെയ്ത് കാണുന്ന ഇരട്ട സ്ഥലം ഏതാണ്? മെമ്പറൈൻ ഏതാണെന്ന്? പെരികാർഡിയം. കാർഡിയം ഹാർട്ട്, പെരികാർഡിയം. മെനിഞ്ചസ് ആണെങ്കിലോ ബ്രെയിൻ, മെനിഞ്ചസ് ആണെങ്കിൽ ബ്രെയിൻ. ഈ ബ്രെയിനുമായി ബന്ധപ്പെട്ടിട്ട് 2024 ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ബ്രെയിനിലെ 3 ലേയേഴ്സ് എന്തൊക്കെയാണ്? പുറത്തുള്ള മെമ്പറൈനുള്ള ഡ്യൂറാമാറ്റർ, ആർക്കനോയിഡ്, പയോമാറ്റർ അല്ലെ? അതിലെ ഏറ്റവും താഴത്തെ ലോവർ ലെവലിലുള്ളത് ഏതായിരുന്നു? 2024 ചോദ്യം. ഡ്യൂറാമാറ്റർ, ആർക്കനോയിഡ്, പയോമാറ്റർ. അപ്പൊ പയോമാറ്ററിലെ ഏറ്റവും താഴെയുള്ളത് അല്ലെ? ആ ഓർഡർ പറഞ്ഞിരിക്കുന്നത്, ആദ്യം ഡ്യൂറാമാറ്റർ, പിന്നെ ആർക്കനോയിഡ്, പിന്നെ പയോമാറ്റർ. അപ്പൊ അത് ഓർത്ത് വെച്ചോണം. മെനിഞ്ചസ് ബ്രെയിനിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതാ. പ്ലൂറ ആണെങ്കിൽ ലങ്സ്, പ്ലൂറ ലങ്സ് ആണ്. ഓക്കെ അല്ലേ? ഇനി സൈനോവിൽ സ്ഥലം എന്ന് ചോദിച്ചാൽ എന്താ പറയാ? നമ്മുടെ ജോയിൻസ് പ്രൊട്ടക്ട് ചെയ്യുന്നതാണ് സൈനോവിൽ സ്ഥലം കേട്ടോ. സൈനോവിൽ ജോയിൻസ്, സൈനോവിൽ ജോയിൻസ്. ഓക്കെ, ശരി. ഇനി ക്ഷയരോഗബാധ, ക്ഷയരോഗം, ബാക്ടീരിയ, March 24 ക്ഷയരോഗ ദിനം കേട്ടോ. അപ്പം ക്ഷയരോഗബാധ തടയുന്നതിന് ഉപയോഗിക്കുന്ന പ്രതിരോധ വാക്സിൻ ഈ കൂട്ടത്തിൽ ഏതാ? BCG ആണ്. ഓക്കെ, BCG ആണ് ക്ഷയരോഗവുമായി ബന്ധപ്പെട്ട്. BCG ക്ഷയരോഗവുമായി ബന്ധപ്പെട്ടത്. ഓക്കെ അല്ലെ? BCG ക്ഷയരോഗവുമായി ബന്ധപ്പെട്ട. അതിന്റെ ഫുൾ ഫോം നമുക്കിപ്പോ വേണ്ട, ഞാൻ നോക്കി പറയുന്നില്ല, ആവശ്യമില്ല. ഇനി അടുത്ത് നോക്കിയേ, ഓറൽ പോളിയോ വാക്സിൻ, OPV, ഓറൽ പോളിയോ. ഓറൽ ആയിട്ട്, അതായത് തുള്ളിമരുന്നില്ലേ, ഓറൽ. അപ്പൊ ഈ തുള്ളിമരുന്ന് സാപ്പിടുവാണെന്ന് ഞാനങ്ങ് ഓർക്കും. തമിഴ് പറയത്തില്ലേ സാപ്പിട്ടോ? സാപ്പിടുവാന്ന് ഞാനങ്ങ് ഓർത്തു കേട്ടോ. ഓറൽ പോളിയോ, തുള്ളിമരുന്ന്, അതുകൊണ്ടായിരുന്നു നല്ലതാണ്, കുത്തിവെപ്പിന് നല്ല. അപ്പൊ ഈ തുള്ളിമരുന്ന് സാപ്പിട്ടു, സാബിൻ കേട്ടോ. സാബിൻ ആണ് ഓറൽ പോളിയോ വാക്സിൻ കണ്ടുപിടിച്ചത്. അത് PYQ. ഇനി പെന്റാവാലന്റ് എന്ന് പറയുമ്പോൾ പെന്റ 5. അപ്പൊ 5 ഡിസീസസിനുള്ളതാണ് ഈ പെന്റാവാലന്റ്. അതായത് DPT പ്ലസ് ഹെപ്പറ്റൈറ്റിസ് ബി, ഇൻഫ്ലുവൻസ വൈറസുമായി ബന്ധപ്പെട്ടിട്ടുള്ള 2 ഡിസീസ്. ഓക്കെ, അപ്പൊ ഒന്ന് പെന്റാവാലന്റിൽ 5 എണ്ണം വരും. DPT, ഡിപ്തീരിയ, പെർട്ടോസിസ്, ടെറ്റനസ് 3 എണ്ണം വരും. അതിന്റെ കൂട്ടത്തിൽ 2 എണ്ണം കൂടെ വരുന്നതാണ് പെന്റാവാലന്റ്. ഏതൊക്കെയാ? ഹെപ്പറ്റൈറ്റിസ് ബിയും പിന്നെ ഇൻഫ്ലുവൻസ. ഓക്കെ, ഇത്രയാണ് പെന്റാവാലന്റ്. പിന്നെ ഏതാണ്ട് മംസ, മീസിൽസ്, റുബെല്ല, MMR കേട്ടോ. മംസ, മീസിൽസ്, റുബെല്ല. ഇത് ഇത്രയും പഠിച്ചു വെക്കണേ. ഇന്ത്യയിലെ ആദ്യത്തെ മണ്ണ് മ്യൂസിയം പാറാട്ടുകോണമാണ്, തിരുവനന്തപുരം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് സൂപ്പർ ആയിട്ട് സെറ്റ് ആയില്ലേ അല്ലേ? ഇതിലെ ഞാൻ പറയുവാണ്, ഒരു 40 ചോദ്യമെങ്കിലും നമ്മൾ പറഞ്ഞിട്ടുള്ള ഇതുവരെ വന്ന ചലഞ്ച് 7 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്ന് മാത്രം ഈ 40 ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസമല്ലേ? അത്രേ ഉള്ളൂ. അപ്പൊ ഇനി വരാൻ പോകുന്ന 50 സീരീസ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും, എന്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ, ഒരു 80 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് നമ്മുടെ ഡയറക്റ്റ് വരുമെന്നാണ് എന്റെ വിശ്വാസം. ഓക്കെ, അത്ര കോൺഫിഡൻസോടുകൂടി ഞാൻ ഇരിക്കും. അപ്പൊ നിങ്ങൾ പ്രതീക്ഷ കളഞ്ഞവരുണ്ടേ,
പകുതിക്ക് പഠനം നിർത്തിയവരുണ്ട്, നിങ്ങൾ തുടങ്ങിക്കോ, ഞാനുണ്ട് നല്ലപോലെ. നിങ്ങൾ എന്നെ പുഷ് ചെയ്യുന്നു, ഞാൻ നിങ്ങളെ പുഷ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അപ്പൊ ചാലഞ്ച് 7 ഇന്നത്തെ സീരീസിന്റെ ക്യൂസ് നമുക്ക് 10:30 ടെലിഗ്രാം ചാനലുണ്ട്. സന്തോഷത്തോടെ പ്രതീക്ഷയോടെ എത്തുക. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ചാനലിൽ കാണാം. അപ്പൊ ഇതേപോലത്തെ ആനിമേഷൻസ് ഒക്കെ വീട്ടിലെ കൊച്ചു പിള്ളേർക്കും നിങ്ങൾക്കും എന്താ ഇഷ്ടമല്ലേ ഇതൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അപ്പം മാക്സിമം ഓരോ ദിവസം ഞാൻ ഇമ്പ്രൂവ് ആകാൻ ശ്രമിക്കുന്നുണ്ട്, അല്ലെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് കാണാം ഇത്രയും വിഷ്വലി ഇന്റർപ്രിറ്റ് ചെയ്യാൻ പറ്റുന്ന സ്ലൈഡ്സുകൾ വേറെ നിങ്ങൾ കണ്ടിട്ടില്ല, അല്ലെ ക്ലാസ്സുകൾ കുറവാണെന്ന് ഓർത്തു വെച്ചു. ഓക്കെ, അപ്പൊ ഓരോ രീതിയിലും കണ്ടന്റിന്റെ കാര്യത്തിലും വിഷ്വലി നിങ്ങളെ പറയുന്നതിലും പ്രതീക്ഷ തരുന്നതിലും ഞാൻ ഇമ്പ്രൂവ് ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതേപോലെ ഓരോ ദിവസം ജികെയുടെ കാര്യത്തിൽ ഇമ്പ്രൂവ് ആയി വന്നാൽ മാത്രം മതി. ക്ലാസ് മാത്രം കണ്ടാൽ മതി കേട്ടോ. അപ്പൊ ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടവര് ആദ്യമായിട്ട് ജോയിൻ ചെയ്തത് ഞാൻ ജോയിൻ ചെയ്തു എന്നിട്ടോ നമ്മുടെ 50 ഡേയ്സ് ചാലഞ്ചിൽ നിങ്ങൾ നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പിന്നെ നിങ്ങളുടെ ഒരു ഫ്രണ്ടിന്, പഠനം മുടങ്ങി നിൽക്കുന്ന ഒരു ഫ്രണ്ടിന് ഈ ക്വസ്റ്റ്യൻ പേപ്പർ അങ്ങോട്ട് ഷെയർ ചെയ്ത് കൊടുത്തു, ഇത് കൊടുത്തു. ഓക്കെ, ഒരു ഫ്രണ്ടിന് നിങ്ങൾ ഷെയർ ചെയ്യുക. ഒരു ഫ്രണ്ട് എന്തെങ്കിലും പറഞ്ഞു നോക്കാതായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കൂട്ടുകാരൻ ഉണ്ടാവല്ലോ, എനിക്കുണ്ട് കുറച്ച് കൂട്ടുകാരൻ. ഓക്കെ, അപ്പം അവർക്ക് ഷെയർ ചെയ്ത് കൊടുത്തു, അവര് നിങ്ങളൊപ്പം ഇതിലെത്തിക്കോളും. എന്നിട്ട് എല്ലാവരും കൂടി ഇത് കണ്ടിട്ട് ക്യൂസിന് 10:30 എത്തണം. ഓക്കെ, അപ്പൊ ബൈ ബൈ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ആദ്യമായിട്ടുള്ള ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ക്ലാസ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, പിന്നെ നമ്മൾ പറഞ്ഞ പോലെ കമന്റ്. ബൈ ബൈ.